Morning all. Good morning, ma'am. Good morning. ന്യൂ ഇയർ ആയിട്ടാണോ വളരെയധികം സ്ട്രെങ്ത് കുറവാണല്ലോ? ന്യൂ ഇയർ ആഘോഷമൊക്കെ കഴിഞ്ഞിട്ട് വളരെ മീൻസ് ഡെയിലേക്ക് വരുന്നവരും കുറവാണെന്ന് തോന്നുന്നത് അല്ലേ? ഓക്കെ, നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോ ഫസ്റ്റ് ഓഫ് ഓൾ എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ, നല്ലൊരു വർഷമായിട്ട് മാറട്ടെ കേട്ടോ. Happy New Year, ma'am. ഓക്കെ Happy New Year. ഓക്കെ. ദെൻ നമുക്ക് നമ്മുടെ ചാപ്റ്ററിലോട്ട് വരാം. നമ്മുടെ ഹൗസ് കീപ്പിംഗ് എന്ന് പറയുന്ന ചാപ്റ്ററാണ് എടുത്തുകൊണ്ടിരുന്നത്. അപ്പൊ അതിലെ ഓർഗാനോഗ്രാം വരെയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നിർത്തിയത് അല്ലെ? അപ്പൊ അതിൽ എക്സിക്യൂട്ടീവ് ഹൗസ് കീപ്പർ, മാനേജർ, ദെൻ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് ഹൗസ് കീപ്പർ ആൻഡ് ഫ്ലോർ സൂപ്പർവൈസർ, ദെൻ ഹൗസ് കീപ്പിംഗ് എംപ്ലോയീസ്. ഈ 3 ടൈപ്പാണ് ഓർഗാനോഗ്രാം വരുന്നത്. ഇനി നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് ഫെസിലിറ്റീസ് ആൻഡ് സ്പേസ് റിക്വയർമെന്റ്സ്. ഇങ്ങനെയാണ് ഹൗസ് കീപ്പിംഗിന്റെ ഫെസിലിറ്റീസും ദെൻ അതിന്റെ സ്പേസ് റിക്വയർമെന്റ് എന്നാണ് പറയുന്നത്. ഞാൻ പറയുന്നത് ക്ലിയർ ആണോ? തൊട്ടയ്ക്ക് ചെറിയ പ്രോബ്ലം ഒക്കെ ഉണ്ട്, അതുകൊണ്ട് എനിക്ക് ഭയങ്കരമായിട്ട് എന്താ പറയാ സ്ട്രെയിൻ ചെയ്യാനായിട്ട് ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട്. കുഴപ്പമില്ലെങ്കിലും ക്ലിയർ ആണല്ലോ? എന്തെങ്കിലും ഫോളോ ചെയ്യാൻ പറ്റില്ലെങ്കിൽ അത് പറയാം കേട്ടോ. അപ്പൊ ഫെസിലിറ്റീസ് ആണ് നോക്കുന്നത്. The following facilities and space are needed for housekeeping. ഒരു ഹൗസ്കീപ്പിംഗിന് വേണ്ട സ്പേസും അതുപോലെ തന്നെ അതിന്റെ സൗകര്യങ്ങൾ എങ്ങനെയൊക്കെയാണെന്ന് പറയുന്നത് പോയിന്റ് ആയിട്ട് ഇത് പറയാം. ഫസ്റ്റ് വൺ പറയുന്നത് ഓഫീസ് ഫോർ ദ എക്സിക്യൂട്ടീവ് ഹൗസ് കീപ്പർ. ഹൗസ് കീപ്പർ എക്സിക്യൂട്ടീവിന് വേണ്ട ഒരു ഓഫീസ് സ്പേസ് ഉണ്ടായിരിക്കണം. അദ്ദേഹത്തിന് വേണ്ടി പ്രത്യേകമായിട്ടുള്ള ഒരു ഓഫീസിന്റെ ഒരു സ്പേസ് ഉണ്ടായിരിക്കണം. ദെൻ ഏരിയ ഫോർ ക്ലറിക്കൽ വർക്ക്. ക്ലറിക്കൽ വർക്കുകൾ, അതായത് ക്ലറിക്കൽ വർക്ക് എന്ന് പറയുമ്പോൾ ഡേ ടു ഡേ ഓഫീസിൽ വരുന്ന ടാസ്കുകൾ, അതുപോലെ തന്നെ എന്താണ് ഇപ്പോൾ ടെലിഫോൺ ഓപ്പറേറ്റർ, അതുപോലെ തന്നെ ഡാറ്റ എൻക്വയറി, റിസപ്ഷൻ അല്ലെ? അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ട് ഒരു സെപ്പറേറ്റ് ഒരു ഏരിയ ഉണ്ടായിരിക്കണം. ദെൻ നെക്സ്റ്റ് വൺ ഓഫീസ് ഫോർ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് ഹൗസ് കീപ്പർ. നമ്മൾ നേരത്തെ പറഞ്ഞു എക്സിക്യൂട്ടീവിനായിട്ടുള്ള ഒരു ഓഫീസ് സ്പേസ് ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ എക്സിക്യൂട്ടീവിന്റെ അസിസ്റ്റന്റ് ആയിട്ടുള്ള അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവിനുള്ള ഒരു സ്പേസ് ഉണ്ടായിരിക്കണം. ആൻഡ് ഡെസ്ക് ഓർ ഓഫീസ് സ്പേസ്, ഒരു ഡെസ്ക് അല്ലെങ്കിൽ ഓഫീസ് സ്പേസ് ഉണ്ടായിരിക്കണം അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവിന്. അതുപോലെ സൂപ്പർവൈസറിന്, മേൽനോട്ടം വഹിക്കുന്ന ഒരു വ്യക്തി ഉണ്ടല്ലോ, അപ്പോ ആ സൂപ്പർവൈസറിന് ഒരു ഡെസ്കോ മീൻസ് ഒരു ടേബിളും ഡെസ്കും ഉണ്ടായിരിക്കുക, അല്ലെങ്കിൽ ഒരു ഓഫീസ് സ്പേസ് പോലെ അവർക്ക് സെപ്പറേറ്റ് ചെയ്തിട്ടുള്ള ഒരു റൂം ഉണ്ടായിരിക്കണം. It is desirable that floor supervisor are physically located in their concerned area of supervision where the personnel under the work. നമ്മൾ പറഞ്ഞു സൂപ്പർവൈസറിന് ഒരു പ്രത്യേകം ഡെസ്കും അല്ലെങ്കിൽ എന്താ ഒരു പ്രത്യേകം ഏരിയ ഉണ്ടായിരിക്കണം. എന്തിനു വേണ്ടിയിട്ടാണ്? ആർ ഫിസിക്കലി ലൊക്കേറ്റഡ് ഇൻ കണക്റ്റഡ് ഏരിയ. അതായത് സൂപ്പർവിഷൻ എന്ന് പറയുമ്പോൾ അയാൾ മേൽനോട്ടം വഹിക്കുന്നതാണ്. അവിടെയുള്ള സ്റ്റാഫുകള് ജോലികൾ നല്ല രീതിയിൽ ചെയ്യുന്നുണ്ടോ എന്ന് മേൽനോട്ടം വഹിക്കുന്നതാണ് സൂപ്പർവൈസർ. സോ എന്തുകൊണ്ടാണ് അപ്പൊ സൂപ്പർവൈസറിന് ഒരു സെപ്പറേറ്റ് റൂം? കണക്റ്റഡ് ഏരിയ മീൻസ് നമ്മൾ വർക്ക് ചെയ്യുന്നവരുടെ ആ ഒരു ഏരിയയോട് ചേർന്നിട്ടുള്ള ഒരു ഏരിയയിൽ സൂപ്പർവൈസറിന് ഒരു റൂം വേണമെന്ന്. നോ ദ പേഴ്സണൽ അണ്ടർ ദ വർക്ക് അല്ലെ? അവിടുത്തെ സ്റ്റാഫുകൾ വർക്ക് ചെയ്യുന്നതിന്റെ അരികിലായിട്ട് വേണം സൂപ്പർവൈസറിന് ഒരു റൂം ഫെസിലിറ്റി കൊടുക്കുവാൻ. കാരണം അവർ ചെയ്യുന്ന വർക്കുകൾ അവർ കൃത്യമായിട്ട് ചെയ്യുന്നുണ്ടോ എന്ന് അവരൊന്ന് സൂപ്പർവൈസ് ചെയ്യണം, മേൽനോട്ടം വഹിക്കുക. Then next one, storage room for housekeeping equipment. ഈ ഹൗസ് കീപ്പിംഗിന് ശുചീകരണ പ്രവർത്തനത്തിനായിട്ടുള്ള എക്യുപ്മെന്റ്സുകൾ, ഒത്തിരി എക്യുപ്മെന്റ്സുകൾ അവിടെ ഉപയോഗിക്കുന്നുണ്ട്. ഏതൊക്കെയാണ്? ഏതെങ്കിലും എക്സാമ്പിൾ പറയാമോ? ശുചീകരണത്തിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു എക്യുപ്മെന്റ്, ക്ലീനിങ്ങിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന എക്യുപ്മെന്റ് ഏതൊക്കെയാണ്? ക്ലീനിങ് എക്യുപ്മെന്റ് മോപ്പ് പറയാം. അതുപോലെ തന്നെ ഇപ്പൊ വാക്യൂം ക്ലീനർ അല്ലെങ്കിൽ മെഷീൻസുകൾ അല്ലെ? അപ്പൊ അങ്ങനെയുള്ള എക്യുപ്മെന്റ്സുകൾ വെക്കാൻ വേണ്ടിയിട്ട് ഒരു സ്റ്റോറേജ് റൂം ഉണ്ടായിരിക്കണം. ദെൻ സ്റ്റോറേജ് ഫോർ ഹൗസ് കീപ്പിംഗ് സപ്ലൈസ് അല്ലെ? നിങ്ങൾ എല്ലാ എക്യുപ്മെന്റ്സും ഓക്കെ. ദെൻ ഹൗസ് കീപ്പിംഗ് സപ്ലൈസ് വെക്കാനായിട്ടുള്ള ഒരു സ്റ്റോറേജ് റൂം. സപ്ലൈസ് ഉദ്ദേശിക്കുന്നത് ഇപ്പൊ സാനിറ്റൈസർ ആകാം, അതുപോലെ തന്നെ ഡിറ്റർജന്റുകൾ, ക്ലീൻ ചെയ്യുന്ന ഡിറ്റർജന്റുകളും മറ്റു സൊല്യൂഷൻസുകളൊക്കെ വെക്കാനായിട്ട് ഒരു റൂം ഉണ്ടായിരിക്കണം. Then last one, housekeeping, janitors. Janitors എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വൃത്തിയാക്കുന്ന ആള്, ക്ലീനിങ് സ്റ്റാഫ് എന്നൊക്കെ തന്നെയാണ് കേട്ടോ മീനിങ്.
Housekeeping closets on all floors throughout the hospital, equipped with the floor sinks, space and shelf for housekeeping equipment, cart, buckets and supplies. അപ്പോൾ എല്ലാ ഫ്ലോറിലും ത്രൂ ഔട്ട് ഓൾ ഫ്ലോർസിലും എന്ത് വേണം? ക്ലോസറ്റ്സുകൾ ഉണ്ടായിരിക്കണം. ക്ലോസറ്റ്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അലമാരകൾ, അതായത് ഷെൽഫുകൾ പോലെ നമ്മുടെ എക്യുപ്മെന്റ്സുകളും സാധനങ്ങളൊക്കെ വെക്കുവാൻ വേണ്ടിയിട്ട് കൃത്യമായിട്ട് അടക്കി പെറുക്കി വെക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ക്ലോസറ്റ്സുകൾ ഓരോ ഫ്ലോറിലും ഉണ്ടായിരിക്കണം. അപ്പോ പിന്നെ പറയുന്നത് ഫ്ലോർ സിങ്ക്സ്, ഓരോ ഫ്ലോറിലും സിങ്കുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കണം. ശുചീകരണത്തിനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ വാഷ് ചെയ്യാനും മറ്റും സിങ്ക്സുകൾ ഉണ്ടായിരിക്കുക. ദെൻ ഷെൽഫുകൾ ഉണ്ടായിരിക്കണം. ഇതിന് വേണ്ടിയിട്ടാണ് ഫോർ ഹൗസ് കീപ്പിംഗ് എക്യുപ്മെന്റ്. ഈ ഉപകരണങ്ങൾ നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, മോപ്പ്, വാക്യൂം ക്ലീനർ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ വെക്കാൻ വേണ്ടിയിട്ടുള്ള ഷെൽഫുകൾ വേണം. അതുപോലെ കാർട്ടുകൾ വേണം. എന്താണ് കാർട്ട്? ഓർക്കുന്നുണ്ടോ? മെഡിക്കൽ എക്യുപ്മെന്റിൽ നമ്മൾ പഠിച്ചത് കാർട്ട്, മാക്സ് കാർട്ട്, ക്രാഷ് കാർട്ട് എന്നൊക്കെ പറഞ്ഞ് പിക്ചർ ഓർക്കുന്നുണ്ടോ? ഓർമ്മയുണ്ടോ? ആർക്കും ഓർമ്മയില്ല? കുറച്ച് പേർക്കെങ്കിലും ഓർമ്മയുണ്ടോ? എനിക്ക് ഒരാൾക്കുണ്ട്, ലിൻഷയ്ക്ക് മാത്രമേ ഉള്ളൂ. കുറച്ച് വണ്ടി പോലെ മീൻസ് നമ്മൾ പറഞ്ഞു മെഡിക്കൽ എക്യുപ്മെന്റ്സുകൾ കൊണ്ടുപോകുന്ന കാർട്ടുണ്ട്, മെഡിസിൻ കൊണ്ടുപോകുന്ന കാർട്ടുണ്ട് അല്ലേ? അപ്പൊ അങ്ങനെയുള്ള കാർട്ടുകൾ വേണം വഹിച്ചു കൊണ്ടുപോകാനായിട്ട്. ഈ എക്യുപ്മെന്റ്സും അതുപോലെ ഡിറ്റർജന്റും എന്ത് സംഭവങ്ങളും നമുക്ക് കൊണ്ടുപോകാനായിട്ടുള്ള കാർട്ടുകൾ വേണം. അതുപോലെ ബക്കറ്റ്സ് ആൻഡ് സപ്ലൈസ്, ബക്കറ്റ്സുകളൊക്കെ വേണം. ടോയ്ലറ്റ്സും മറ്റൊക്കെ വേണ്ടിയിരുന്ന ബക്കറ്റ്സുകള്, മറ്റ് സപ്ലൈസ്, ഡിറ്റർജന്റും നമ്മുടെ സാനിറ്റൈസർ പോലുള്ള സപ്ലൈസുകൾ വേണം. As part of daily routine, supplies for daily use on the floors and departments should be delivered to their closets directly. അതുപോലെ തന്നെ ഡെയിലി നമുക്ക് ദൈനംദിന ആവശ്യത്തിനായിട്ടുള്ള സപ്ലൈസുകൾ, സാധനങ്ങൾ ഇപ്പോൾ ഡെയിലി ക്ലീൻ ചെയ്യാനും അതുപോലെ സാനിറ്റൈസർ ഒക്കെ നമുക്ക് ഡെയിലി ഉപയോഗത്തിന് വേണ്ടുന്നതാണ് അല്ലെ? സോ ഇതെല്ലാം അതാത് ഫ്ലോറിൽ അല്ലെങ്കിൽ ഏത് ഡിപ്പാർട്ട്മെന്റ് ആണോ അവിടുത്തെ ക്ലോസറ്റ്സിൽ വെച്ചിരിക്കണം. അവിടുത്തെ അലമാരകളില് സാനിറ്റൈസർ, അതുപോലെ തന്നെ ചിലപ്പോൾ കോട്ടണും കാര്യങ്ങളൊക്കെ ആവശ്യമായിട്ട് വന്നേക്കാം അല്ലെ? അപ്പോ അങ്ങനെയുള്ളത് അതാത് ഡിപ്പാർട്ട്മെന്റിന്റെ ക്ലോസറ്റ്സിൽ നിക്ഷേപിക്കുക. ഇത്രയുമാണ് നമ്മളുടെ ഒരു ഫെസിലിറ്റീസ് ആണ് സ്പേസ് റിക്വയർമെന്റ്സ് ഇൻ ഹൗസ് കീപ്പിംഗിൽ വരുന്നത്. ക്ലിയർ ആണോ പോയിന്റ്സ്? സിമ്പിൾ ആണ്, നമുക്ക് ഒരു ഹോസ്പിറ്റലിൽ അറിയാവുന്ന കാര്യങ്ങളാണ്. അതൊന്നും അടക്കച്ചിട്ടയോടുകൂടി വെക്കുക എന്നുള്ളതാണ് ഇവരുടെ ഡ്യൂട്ടി എന്ന് പറയുന്നത്. ഓക്കെ, ഇത് വായിച്ചു നോക്കിയ പോയിന്റ്സ്. ഫെസിലിറ്റീസ് ആൻഡ് സ്പേസ് റിക്വയർമെന്റ് വായിച്ചു നോക്കാം കേട്ടോ. ഓരോ പോയിന്റും അർത്ഥം മനസ്സിലാക്കി വായിച്ചാൽ മതി. സിമ്പിൾ ആണ്. ഇത് വേറെ വലിയ മെഡിക്കൽ ടൈമുള്ള കാര്യങ്ങളൊന്നും ഇല്ല. നമുക്ക് സിമ്പിൾ ആയിട്ട് നോർമലി ഒരു പേഴ്സൺ വായിച്ച് മനസ്സിലാക്കാൻ പറ്റുന്നതാണ് കേട്ടോ. ഒന്ന് വായിച്ചു നോക്കിക്കോളൂ. ക്ലോസറ്റ്സ് എന്ന് ഉദ്ദേശിക്കുന്നത് അലമാര അല്ലെങ്കിൽ നമ്മള് എന്താ പറയാ ഷെൽഫുകളൊക്കെ പോലെ ചെയ്യില്ലേ, കബോർഡ് എന്നൊക്കെ പറയില്ലേ, അതിനെ തന്നെയാണ് ക്ലോസറ്റ്സ് എന്ന് പറയുന്നത്. ഒന്ന് അറിയില്ലാത്തവരൊന്ന് വേണമെന്ന് എഴുതി വെച്ചേക്കും കേട്ടോ. ഇത് വായിക്കുമ്പോൾ അത് ഡൗട്ട് വരാൻ പാടില്ല. കംപ്ലീറ്റ് ചെയ്തോ പോയിന്റ്സ് സർ? Okay.
അപ്പോൾ ഫെസിലിറ്റീസ് നമ്മൾ കണ്ടു. ഇനി നെക്സ്റ്റ് നോക്കുന്നത് ഫങ്ഷൻസ് ആണ്. അപ്പോ ഹൗസ് കീപ്പിംഗിന്റെ ഫങ്ഷൻസ് എന്തൊക്കെയാണ്? നമുക്കറിയാം അവർ ചെയ്യുന്നത് ശുചീകരണ ക്ലീനിങ് പ്രവർത്തനങ്ങളാണ് അല്ലെ? അപ്പോ എന്തെല്ലാം പ്രവർത്തനങ്ങളാണ് അവർ ചെയ്യുന്നതെന്ന് നമ്മൾ ഓൾറെഡി ലോണ്ടറിയിൽ പഠിച്ചല്ലോ. അവർ എന്തൊക്കെയാണ് ചെയ്യുന്നത്? അതുപോലെ ഈ ഒരു ഡിപ്പാർട്ട്മെന്റ് ഹോസ്പിറ്റലിൽ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യുന്നു? The department is accountable for various tasks. അല്ലെ? അവര് വേരിയസ് ആയിട്ടുള്ള ടാസ്കുകൾ അക്കൗണ്ടബിൾ ആണ്. The following are some of the functions. ഇനി പറയുന്നതാണ് അവരുടെ ഫങ്ഷൻസ്. ഫസ്റ്റ് വൺ ഡെയിലി ക്ലീനിങ് അല്ലെ? ഡെയിലി ഉള്ള ക്ലീനിങ്. അവരാഴ്ചയിലോ അല്ലെങ്കിൽ മാസത്തിലോ ആണോ ഹോസ്പിറ്റലിൽ ക്ലീൻ ചെയ്യുന്നത്? ആണോ? അല്ല, അവര് ഡെയിലി ക്ലീനിങ് ചെയ്യുന്നുണ്ട് അല്ലെ? അപ്പൊ ഡെയിലി ക്ലീനിങ് നോക്കാം. ദിസ് കൺസിസ്റ്റ് ഓഫ് സ്വീപ്പിംഗ്, മോപ്പിംഗ്, ഫ്ലോർസ് അല്ലെ? അവരെന്ത് ചെയ്യുന്നു? കൺസിസ്റ്റ് ചെയ്യുന്നത് ക്ലീനിങ് എന്ന് പറയുമ്പോൾ അതിൽ സ്വീപ്പിംഗ് ഉണ്ട്, മോപ്പിംഗ് ഉണ്ട്. നമ്മള് അടിച്ചു വാരുക, അതുപോലെ മോപ്പിംഗ് തുടച്ച് വൃത്തിയാക്കല്, ഫ്ലോർസ് അടിച്ചു വാരുകയും അതുപോലെ തന്നെ തുടച്ച് വൃത്തിയാക്കുന്നു. അതുപോലെ ഫർണിച്ചറൊക്കെ വൃത്തിയാക്കുന്നു. ക്ലീനിങ് ഫിക്സ്ചർ വാൾസ്. ക്ലീനിങ് ഫിക്സ്ചർ വാൾസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ വാൾസുകളും മതിലുകളും മറ്റും ഒരു സ്ഥാനത്ത് ഉറപ്പിച്ചിരിക്കുന്ന ഫർണിച്ചറുകളൊക്കെ ഇല്ലേ? ഇപ്പൊ ഫർണിച്ചറൊക്കെ തന്നെ ഉറപ്പിച്ച് വെച്ചിരിക്കുന്ന ഫർണിച്ചറുകള് വാൾസുകളെല്ലാം ക്ലീൻ ചെയ്യുന്നു. ടോയ്ലറ്റ്സിലൊക്കെ ആണെങ്കിൽ ആ ഭിത്തികളൊക്കെ നല്ല രീതിയിൽ അവർ ക്ലീൻ ചെയ്യുന്നു. ദെൻ സീലിംഗ്, മുകളിലുള്ള സീലിംഗ്. നമ്മളുടെ എന്താ സീലിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ മുകളിലുള്ള സീലിംഗ്സ് ഒക്കെ കൃത്യമായിട്ട് വൃത്തിയാക്കുന്നു. ഈ മാറാലയും പൊടിയൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ അവർ ക്ലീനിങ്ങിനൊക്കെ ഉപയോഗിച്ചിട്ട് ക്ലീൻ ചെയ്യുന്നു. Windows and bathrooms, windows bathrooms, empty trash and defrosting the refrigerators in a nursing station. Empty trash എന്ന് വെച്ചാൽ എന്താണ്? ട്രാഷ് എന്ന് വെച്ചാൽ എന്താ? ട്രാഷ് മീൻസ് ചവിട്ടൂട്ട, വേസ്റ്റ് കുട്ടികളൊക്കെ എടുത്ത് ക്ലീൻ ചെയ്യുന്നു. അതുപോലെ തന്നെ ഡിഫ്രോസ്റ്റിംഗ് റെഫ്രിജറേറ്റർ ഇൻ നഴ്സിംഗ് സ്റ്റേഷൻ, അതായത് ഇപ്പോ ഫാർമസിയിലും അതുപോലെ തന്നെ നമ്മള് ലബോറട്ടറിയിലൊക്കെ ഉണ്ടെങ്കിൽ എന്താണ് ഫ്രിഡ്ജ് ഉണ്ടാവില്ലേ? മീൻസ് ലബോറട്ടറിയിലും ഫാർമസിയിലൊക്കെ ഫ്രിഡ്ജ് ഒക്കെ ഉണ്ടാവും. അവിടെയൊക്കെ ഐസൊക്കെ ഇപ്പോ എന്താണ് കട്ട പിടിച്ചൊക്കെ ഇരിക്കുകയാണെങ്കിൽ ഐസൊക്കെ മാറ്റി ആ ഫ്രിഡ്ജൊക്കെ ഹീറ്റ് ചെയ്ത് വൃത്തിയാക്കി ക്ലീൻ ചെയ്യും. മെഡിസിൻസ് ഒക്കെ വെക്കുമല്ലോ നമ്മുടെ ഫ്രിഡ്ജിൽ. സോ അതെല്ലാം ഒരുപാട് ഗ്ലാസ് കട്ടയിട്ട് ഇരിക്കുമല്ലോ. നമ്മൾ വീട്ടിൽ ക്ലീൻ ചെയ്യാറില്ലേ? വീട്ടില് ക്ലീൻ ചെയ്യാറുണ്ടോ? അങ്ങനെ ഒരുപാട് എപ്പോഴും ഇടയ്ക്കൊക്കെ ഒന്ന് ഫ്രിഡ്ജൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യണം, നല്ലതായിരിക്കും. പിന്നെ അതിനകത്ത് ഐസ് ക്യൂബൊക്കെ അതൊക്കെ മാറ്റിക്കൊണ്ട് നല്ല നീറ്റ് ആയിട്ട് ഇടാം. നമ്മൾ ഒരുപാട് സാധനങ്ങളൊക്കെ വെക്കണേല്ലേ? അപ്പോ അതനുസരിച്ച് അപ്പൊ അതുപോലെ ഇവിടെ ഹോസ്പിറ്റലിൽ ഇവരാണ് അത് ചെയ്യുന്നത്. ഹൗസ് കീപ്പിംഗ് സർവീസസ് ആണ് ഇങ്ങനെയുള്ള ഫ്രിഡ്ജും മറ്റു കാര്യങ്ങളൊക്കെ അവർ ക്ലീൻ ചെയ്യുന്നു. അതാണ് ഡെയിലി ക്ലീനിങ്ങിൽ ഇത്രയും കാര്യങ്ങളാണ് അവർ ഉൾപ്പെടുന്നത്. ഇനി രണ്ടാമതായിട്ട് പറയുന്നത് പീരിയോഡിക് ക്ലീനിങ്. പീരിയോഡിക് ക്ലീനിങ് എന്ന് പറയുമ്പോൾ അത് ഡെയിലി അല്ല, പക്ഷെ ആഴ്ചയിലും മറ്റുമൊക്കെ ചെയ്യുന്നതായിരിക്കാം കേട്ടോ. വീക്കിലേക്ക് നമ്മൾ ചെയ്യുന്നത്. നമ്മളുടെ വീട്ടിലാണെങ്കിലും ഡെയിലി നമ്മൾ ചെയ്യുന്ന കുറെ കാര്യങ്ങളുണ്ട്. അല്ലാതെ ഇപ്പൊ വർക്കിനൊക്കെ പോണവരാണെങ്കിൽ അറിയാം, ചിലപ്പോ സൺഡേ ആയിരിക്കും നമ്മൾ മൊത്തം ക്ലീനിങ്ങും കാര്യങ്ങളും. ചിലപ്പോൾ മാസത്തിൽ ഒരു വട്ടമായിരിക്കും അങ്ങനെ ഫുൾ ക്ലീനിങ്, ഡീപ് ക്ലീനിങ് നമ്മൾ ചെയ്യുന്നത് അല്ലെ? ആണോ? ചെയ്യാറുണ്ടോ അങ്ങനെ? മീൻസ് അല്ലെങ്കിൽ സൺഡേ ക്ലീൻ ചെയ്യുന്നവരുണ്ടാകാം. ഇപ്പൊ നമ്മൾ ഓൾറെഡി ഡെയിലി വർക്കിന് പോണവരൊക്കെ ആണെങ്കിൽ നമുക്ക് ഡെയിലി ചിലപ്പോ ക്ലീൻ ചെയ്യാനും മറ്റൊന്നും പറ്റില്ല. അപ്പൊ അതുകൊണ്ട് ചിലപ്പോ സൺഡേ മാത്രം ഒരിക്കലും ഡീപ്പായിട്ട് ഫുള്ളായിട്ട് അല്ല, ഡെയിലി നമ്മൾ നോർമലി അടിച്ചു തൂത്തു വാരിയുടെയൊക്കെ ചെയ്യും. എങ്കിലും കുറച്ചും കൂടി ഡീപ്പായിട്ട് നമ്മൾ ചെയ്യുന്നത് ചിലപ്പോ ആഴ്ചയിൽ ഒരു ദിവസമായിരിക്കാം, മീൻസ് സൺഡേ ആയിരിക്കാം എപ്പോഴും അല്ലെ? ഇവിടെ പറയുന്നത് പീരിയോഡിക് ക്ലീനിങ് ആണ്. പീരിയോഡിക് എന്ന് പറയുമ്പോൾ ഡെയിലി ചെയ്യുന്നതല്ല, ആഴ്ചയിലൊക്കെ ചെയ്യുന്നതാണ്. ദിസ് ഇൻക്ലൂഡ് വാഷിംഗ് വിൻഡോസ് ഒക്കെ നല്ല രീതിയിലൊക്കെ തേച്ച് വെച്ചിട്ട് കഴുകി വാഷ് ചെയ്യുക. വാക്സിംഗ് ഫ്ലോർസ് എന്ന് വെച്ചാൽ ഡീപ്പായിട്ട് നമ്മൾ ക്ലീൻ ചെയ്യാന്നുള്ളൊരു മീനിങ് ആണ്. ഫ്ലോർ നമ്മൾ കറയൊക്കെ ഡെയിലി തുടക്കുന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ ഡീപ്പ് ക്ലീനിങ്, ഒരു 1-2 പ്രാവശ്യമൊക്കെ ഡെറ്റോളും മറ്റേ ഫിനോയിലൊക്കെ ഇട്ടിട്ടൊക്കെ നല്ല ഡീപ്പ് ക്ലീൻ ചെയ്യുന്നു. അതുപോലെ തന്നെ എന്താണ് കാർപ്പറ്റുകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പുറത്ത് വെയിലത്തിട്ട് ഇട്ട് കഴുകി വൃത്തിയാക്കുന്നു. ഡസ്റ്റിംഗ്, ഹൈ സീലിംഗ് ആൻഡ് ചേഞ്ചിങ് ഡ്രാപ്പറീസ്. മീൻസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡ്രാപ്പറീസ് എന്ന് പറഞ്ഞാൽ തുണികളൊക്കെ മാറ്റുന്നു. ഇപ്പൊ കർട്ടനുകളൊക്കെ മാറ്റുക. അതുപോലെ തന്നെ നമ്മള് ഇപ്പോ ഡോക്ടേഴ്സിന്റെ റൂമിലൊക്കെ ആണെങ്കിൽ അവരിയ്ക്കുന്ന നമ്മള് എന്താ പറയാ സെറ്റിയിലൊക്കെ നമ്മൾ കവർ ഇടുന്നത് പോലെ അങ്ങനെയുള്ള കവർ ഷീറ്റുകളൊക്കെ വാഷ് ചെയ്യുക. ദെൻ നമ്മള് ബെഡ്ഷീറ്റുകളും അതുപോലെ തന്നെ കർട്ടനുകളും ടേബിൾ ഷീറ്റുകളും ഇതെല്ലാം വാഷ് ചെയ്യല്. പിന്നെ ഹൈ സീലിംഗിന്നും ഫുള്ളായിട്ട് പൊടിയൊക്കെ ഇപ്പൊ വാക്യൂം ക്ലീനറൊക്കെ ഉപയോഗിച്ചിട്ട് നമ്മൾ നല്ല ഡീപ്പ് ക്ലീൻ ചെയ്യുക. ഇതൊക്കെയാണ് പീരിയോഡിക് ക്ലീനിങ്ങിൽ വരുന്നത്. ഇനി മൂന്നാമതായിട്ട് പറയുന്നത്
ട്രാഷ് ആൻഡ് ഗാർബേജ് റിമൂവൽ. ട്രാഷ് എന്ന് വെച്ചാൽ എന്താണ്? വേസ്റ്റ് അല്ലെ, വേസ്റ്റ് ബിന്നില്ലേ, വേസ്റ്റ് ബിന്നുകള്. അതുപോലെ തന്നെ ഗാർബേജ് റിമൂവൽ, മാലിന്യങ്ങളൊക്കെ നീക്കം ചെയ്യുന്നത്. This include collecting trash and garbage from various points within the hospital. അല്ലെ, അതായത് പല എല്ലാ ഡിപ്പാർട്ട്മെന്റിലും വേസ്റ്റ് കൂട്ടങ്ങളൊക്കെ നടന്നിട്ടുണ്ടാവുമല്ലോ, ഓരോ ഡിപ്പാർട്ട്മെന്റിലും വേസ്റ്റ് കൂട്ടകൾ. ആ വേസ്റ്റ് ഇതൊക്കെ ശേഖരിക്കും, അതുപോലെ തന്നെ മാലിന്യങ്ങളൊക്കെ ശേഖരിക്കുന്നു. മൂവിങ് ദം ടു ഇൻസിനറേറ്റർ, ഡംസ്റ്റർ. ഇൻസിനറേറ്റർ എന്ന് വെച്ചാൽ എന്താണ്? അത് കത്തിക്കാനായിട്ട് കൊണ്ടുപോകുന്നു, അല്ലെങ്കിൽ ഡംസ്റ്റർ ചെയ്യുന്നു. മീൻസ് നമ്മളത് എന്താണ്, കത്തിക്കാനുള്ള ഏരിയയിലോട്ട് മാറ്റുക. എ വെരി ലാർജ് കണ്ടെയ്നർ ഫോർ റബ്ബിഷ്, അതായത് വലിയൊരു കണ്ടെയ്നറിലോട്ട് മാറ്റും. ഇതെല്ലാം പുറത്ത് കൊണ്ടുപോയിട്ട് കത്തിക്കാനോ അല്ലെങ്കിൽ അത് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ വലിയൊരു റബ്ബിഷ് എന്ന് വെച്ചാൽ വലിയൊരു ലാർജ് കണ്ടെയ്നറിലോട്ട് മാറ്റുന്നത്. ഈ ക്ലീനിങ് എല്ലാ ഡിപ്പാർട്ട്മെന്റിലെയും വേസ്റ്റ് ബിന്നുകളും അതുപോലെ തന്നെ മാലിന്യങ്ങളെല്ലാം മീൻസ് നമ്മളത് മാറ്റുന്നു. ദെൻ നാലാമതായിട്ട് പറയുന്നത് ഡിസ്ചാർജ് ക്ലീനിങ്. ഡിസ്ചാർജ് ക്ലീനിങ് എന്താണ്? ഡിസ്ചാർജ് ക്ലീനിങ് നോക്കാം. ദിസ് ഇൻക്ലൂഡ് ക്ലീനിങ് ദ പേഷ്യന്റ് റൂം ആഫ്റ്റർ ഡിസ്ചാർജ്, ട്രാൻസ്ഫർ ഓഫ് എ പേഷ്യന്റ് ആൻഡ് മേക്കിംഗ് ഇറ്റ് റെഡി ഫോർ അനദർ പേഷ്യന്റ്. ഒരു പേഷ്യന്റ് അഡ്മിറ്റ് ആയി ട്രീറ്റ്മെന്റ് ഒക്കെ കഴിഞ്ഞു ഡിസ്ചാർജ് ചെയ്ത് പോകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? അവിടുന്ന് അവരെന്ത് ചെയ്യും? വന്ന് ബെഡ്ഷീറ്റ്, ബിലോ കവറും ആ റൂമൊക്കെ ക്ലീൻ ചെയ്യും, അനദർ പേഷ്യന്റിന് വേണ്ടിയിട്ട് റെഡിയാക്കുന്നു. അതാണ് ഡിസ്ചാർജ് ക്ലീനിങ്. ഡിസ്ചാർജ് ചെയ്ത് പോകുമ്പോൾ അല്ലെങ്കിൽ ട്രാൻസ്ഫർ ചെയ്തിട്ട് കുറച്ച് ഹോസ്പിറ്റലിൽ പോകുമ്പോൾ എന്ത് ചെയ്യുന്നു? ആ റൂമും അവരുപയോഗിച്ച ഇപ്പോ എന്താണ് ബെഡ്ഷീറ്റും ബിലോ കവറൊക്കെ മാറ്റി അതൊക്കെ ചേഞ്ച് ആക്കി ടോയ്ലറ്റ്സും റൂമും എല്ലാം വൃത്തിയാക്കി ക്ലീൻ ചെയ്തിടുന്നു. ഇതാണ് ഡിസ്ചാർജ് ക്ലീനിങ്. Then fifth one, exterminating bugs and pests. എക്സ്റ്റർമിനേഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉന്മൂലനം ചെയ്യുക, നശിപ്പിക്കുക എന്നുള്ളൊരു മീനിങ് ആണ്. ഡിസ്ട്രോയ് ചെയ്യുക അല്ലെങ്കിൽ നശിപ്പിക്കുക. ഉന്മൂലനം എന്നാണ് ശരിക്കും മലയാളത്തിൽ ശരിയായിട്ടുള്ള വേർഡ്, ഉന്മൂലനം ചെയ്യുക. ബഗ്സ് ആൻഡ് പെസ്റ്റ്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്? കീടങ്ങൾ അല്ലെ, കീടങ്ങളും അതുപോലെ തന്നെ ചെറിയ പെസ്റ്റിസൈഡ് എന്ന് പറയില്ലേ, പ്രാണികളെയൊക്കെ നശിപ്പിക്കുക എന്ന്. അതുപോലെ അതായത് നമ്മള് മുട്ട പറയാം, എക്സാമ്പിൾ കൊതുക് പറയാലോ അല്ലെ. ഹോസ്പിറ്റലിലൊക്കെ നല്ല കൊതുകിന്റെ ശല്യം ഉണ്ടാകും അല്ലെ. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള നശിപ്പിക്കൽ പരിപാടികൾ, അധികം കെമിക്കലൊന്നും യൂസ് ചെയ്യാത്ത രീതിയിൽ ഇങ്ങനെയുള്ള ചെറു പ്രാണികളെയും കീടങ്ങളെയും കൊതുകിനെയും മറ്റും നശിപ്പിക്കുക. Then sixth one, preventing spread of infection. ഇൻഫെക്ഷനെ പ്രിവെന്റ് തടയുക, സ്പ്രെഡ് ആവാതിരിക്കാൻ തടയുക. ആൻഡ് എൻഷുറിംഗ് കണ്ടീഷൻസ് ഫോർ ഗുഡ് പേഷ്യന്റ് കെയർ. അതുപോലെ നല്ലൊരു രോഗി പരിചരണം പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുക. ഇൻഫെക്ഷൻസിന് സ്പ്രെഡ് ആവുന്നത് തടയുക, അതുപോലെ തന്നെ എന്താണ്? പേഷ്യന്റിന് നല്ലൊരു പരിചരണം കൊടുക്കുക. ദെൻ ലാസ്റ്റ് വൺ പറയുന്നത് വാട്ടറിംഗ് ഇൻഡോർ പ്ലാന്റ്സ്. ഇൻഡോർ പ്ലാന്റ്സുകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് നനയ്ക്കുകയൊക്കെ ചെയ്യുക. ഹോസ്പിറ്റലിനുള്ളിലൊക്കെ ചിലപ്പോ അവര് നല്ല തോട്ടങ്ങളൊക്കെ ഉണ്ടാകും ഇല്ലേ, ഹോസ്പിറ്റലിൽ കണ്ടിട്ടില്ലേ? ചില ഹോസ്പിറ്റലുകളിലൊക്കെ നല്ല ഭംഗിയുള്ള ഗാർഡൻ ഒക്കെ ഉണ്ടാകും അല്ലെ. അത് തന്നെ ഭയങ്കര അട്രാക്റ്റീവ് ആയിരിക്കും. ആണോ? ഗാർഡൻ ഒക്കെ കണ്ടിട്ടുണ്ടോ? ഹോസ്പിറ്റലിൽ പോകുമ്പോ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അപ്പൊ അതൊക്കെ ചെയ്യുന്നത് ഈ ഒരു ഹൗസ് കീപ്പിംഗിന്റെ സർവീസിൽ വരുന്ന സ്റ്റാഫുകളാണ്. അത് നനയ്ക്കലും അല്ലെങ്കിൽ ചെടികളൊക്കെ പുല്ലുകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പറിച്ചു കളയുക, തോട്ടമൊക്കെ നല്ല വൃത്തിയായിട്ടൊക്കെ സൂക്ഷിക്കുന്നതും ആരാണ്? ഹൗസ് കീപ്പിംഗ് ആണ്. അപ്പോ ഇൻഡോർ പ്ലാന്റ്സ്, ഹോസ്പിറ്റലിന്റെ ഉള്ളിലെ പ്ലാന്റ്സുകൾ ഇൻഡോർ പ്ലാന്റ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അതും നനച്ച് അതിനെയൊക്കെ ശുശ്രൂഷിക്കുക. ഓക്കെ, ഇത്രയുമാണ് അവരുടെ ഡ്യൂട്ടീസ് അല്ലെങ്കിൽ ഫങ്ഷൻസ് എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? ഫങ്ഷൻസ് ഓക്കെ ആണോ? ഓക്കെ, ഇത് വായിച്ചു നോക്കിക്കോളൂ കേട്ടോ, വായിച്ചോളൂ. എന്തെങ്കിലും ഡൗട്ട്സ് എന്തെങ്കിലും ചോദിക്കാം കേട്ടോ. അപ്പൊ ഫങ്ഷൻസ് നിങ്ങൾ പഠിക്കുമ്പോൾ പ്രത്യേകം മീൻസ് ആ ഒരു നമ്മള് ഡാർക്ക് ചെയ്തിട്ടിട്ടില്ലേ, അത് മെയിൻ ആയിട്ട് പഠിക്കാം. ദെൻ അതിനുള്ളിൽ പറയുന്നത് അപ്പൊ ഡെയിലി ക്ലീനിങ്, മെയിൻ പോയിന്റുകൾ ഫങ്ഷൻസ് പറയുന്നത് ഡെയിലി ക്ലീനിങ്, പീരിയോഡിക് ക്ലീനിങ്, ട്രാഷ് ആൻഡ് ഗാർബേജ് റിമൂവൽ, ഡിസ്ചാർജ് ക്ലീനിങ്, എക്സ്റ്റർമിനേറ്റിംഗ് ബഗ്സ് ആൻഡ്
then preventing spread of infection, then watering indoor plants. Okay, അപ്പൊ ഇത് ഉള്ളിലുള്ളത് അത് എന്താക്കിയാണ് അവർ ചെയ്യുന്നതെന്നാണ് പറയുന്നത്. അപ്പൊ നിങ്ങൾ ആ പോയിന്റ്സ് മാത്രം പഠിക്കാം കേട്ടോ. ഉള്ളിലുള്ളത് പഠിക്കേണ്ടതല്ല, ഉള്ളിലുള്ളത് നമുക്കറിയാലോ. ഇപ്പൊ ഡെയിലി ക്ലീനിങ്ങിൽ അവർ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യുന്നു, പീരിയോഡിക്കൽ അവർ എന്തൊക്കെയാണ് ചെയ്യുന്നത്, അല്ലെ? ഇപ്പൊ ട്രാഷ് ആൻഡ് ഗാർബേജ് റിമൂവ് അല്ലെ. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, ആ ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത് മീൻസ് ഡാർക്കൻ ചെയ്തിരിക്കുന്ന അത് മാത്രം ഒന്ന് കൃത്യമായിട്ടും ബൈ ഹാർട്ട് ചെയ്ത് പഠിച്ചു വെക്കാം. ഉള്ളിലുള്ളത് ബൈ ഹാർട്ട് ചെയ്തില്ലെങ്കിൽ കുഴപ്പമില്ല, അത് എന്താണെന്നുള്ളത് മനസ്സിലാക്കി വെച്ചാൽ മതി. ഓക്കെ, ഫങ്ഷൻസ് ആ പോയിന്റുകള് 6 പോയിന്റ് 7 പോയിന്റ് ഉണ്ട്, അത് കൃത്യമായിട്ടൊന്ന് പഠിക്കാം. ഓക്കെ, അപ്പൊ വായിക്കുമ്പോ എന്ത് ചെയ്യണം, ഒന്ന് അണ്ടർലൈൻ ചെയ്തുകൊണ്ട് വായിച്ചു പോവുക. ഓക്കെ, ക്ലിയർ ആണോ ഞാൻ പറഞ്ഞത്? വായിക്കുമ്പോ അണ്ടർലൈൻ ചെയ്തുകൊണ്ട് വായിക്കുക ആ ഹെഡ്ലൈൻസുകൾ. ഓക്കെ, കംപ്ലീറ്റ് ചെയ്തോ ഫങ്ഷൻസ്? ഓക്കെ, ഫങ്ഷൻസ് നോക്കിയല്ലോ, ക്ലിയർ ആണോ? പഠിച്ചു വായിച്ചപ്പോ ഇതൊക്കെ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ വായിക്കുന്നതിനോടൊപ്പം തന്നെ പഠിക്കാൻ ശ്രമിക്കണം കേട്ടോ. ഓക്കെ, അപ്പോ നമ്മുടെ ഫങ്ഷൻസ് ആണ് നോക്കിയത്. ഫങ്ഷൻസ് പറയുന്നത് ഏതൊക്കെയായിരുന്നു? ഡെയിലി ക്ലീനിങ്, പീരിയോഡിക് ക്ലീനിങ്, then trash and garbage removal, discharge cleaning, exterminating bugs and pests, preventing spread of infection and ensuring condition for good patient care, watering indoor plants. ഓക്കെ, ഇത്രയുമാണ് നമ്മളുടെ ഫങ്ഷൻസിൽ വരുന്നത്. ഇനി നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് ടൈപ്സ് ഓഫ് ഹൗസ് കീപ്പിംഗ്. ഹൗസ് കീപ്പിംഗിന്റെ ടൈപ്പുകളാണ്. 2 ടൈപ്പാണ് ഹൗസ് കീപ്പിംഗ് വരുന്നത്. ഇൻഹൗസ് സർവീസ് ആൻഡ് ഔട്ട്സോഴ്സിംഗ് സർവീസസ്. ഇൻഹൗസിന്റെ ഒപ്പം തന്നെ ഓർ ഇൻസോഴ്സിംഗ് എന്നും നമുക്ക് പറയാം കേട്ടോ. ഇൻസോഴ്സിംഗ് എന്നും കൂടി അടിയിൽ താഴെ എഴുതി വെച്ചോളൂ. in-house services or in-source services, then outsourcing services. Okay, വേണമെങ്കിൽ എഴുതിയാൽ മതി, അതൊന്നും ഇല്ല, ഞാൻ പറഞ്ഞതുള്ളൂ. ഇൻഹൗസ് സർവീസസും ഔട്ട്സോഴ്സ് സർവീസസും. അപ്പോ ഇൻഹൗസ് എന്ന് പറയുമ്പോൾ ഇൻസോഴ്സസ് വേണമെങ്കിൽ നമുക്ക് പറയാം അല്ലെ. അപ്പോ ഇനി എന്താണ് ഇൻസോഴ്സ് സർവീസും ഔട്ട്സോഴ്സ് സർവീസും എന്ന് നോക്കാം. എന്തായിരിക്കും ഇൻസോഴ്സ് സർവീസ് എന്ന് പറയുന്നത്? നിങ്ങളുടെ ഐഡിയ ഉണ്ടോ? നിങ്ങളുടെ ഐഡിയയില് നമുക്ക് മനസ്സിലാവുമല്ലോ, പേര് കേൾക്കുമ്പോ തന്നെ അറിയാം അല്ലെ. ആ, ഹോസ്പിറ്റലിന്റെ അകത്ത് ചെയ്യുന്നതാണ് ഇൻസോഴ്സ് അല്ലെങ്കിൽ ഇൻഹൗസ്. ഇന്ന് പറഞ്ഞാൽ എന്താണ് മീനിങ്? ഉള്ളിൽ അല്ലെ. ഔട്ട് എന്ന് പറഞ്ഞാലോ പുറത്തുനിന്നുള്ള മീനിങ് ആണ് അല്ലെ. സെയിം മീനിങ് തന്നെയാണ് ഇവിടെയും പറയുന്നത്. അപ്പൊ കൺഫ്യൂഷൻ ഇല്ല, നമുക്ക് മാറിപ്പോകില്ല. ഇൻഹൗസിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹോസ്പിറ്റലിന്റെ ഉള്ളിൽ തന്നെയുള്ള സ്റ്റാഫുകള്, അവിടെയുള്ള ഹൗസ് കീപ്പിംഗ് സ്റ്റാഫുകൾ തന്നെ ചെയ്യുന്ന സേവനങ്ങളാണ് ഇൻഹൗസ് സർവീസസ്. ഔട്ട്സോഴ്സിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മള് പുറത്തുനിന്ന് വേറെ ആളുകളെ അല്ലെ, പുറത്തുനിന്ന് ചെയ്യുന്ന സർവീസ്.
നമ്മൾ ഒരു കരാർ പണിക്കാരെ കോൺട്രാക്ട് കൊടുക്കുകയാണ്. നമ്മൾ ലോണ്ടറിയിൽ പറഞ്ഞത് ഓർക്കുന്നുണ്ടോ? ലോണ്ടറിയിൽ പറഞ്ഞത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? ഹോസ്പിറ്റലിന്റെ ഉള്ളിൽ തന്നെ ലോണ്ടറി സേവനങ്ങളുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഔട്ട്സോഴ്സിന് കൊടുക്കും ലോണ്ടറി. ഓർക്കുന്നുണ്ടാകുമ്പോ ഓർമ്മയില്ല ക്ലാസ് എന്റെ ചാപ്റ്റർ ആയിരുന്നല്ലോ. ഹോസ്പിറ്റലിന്റെ ഉള്ളിൽ തന്നെ ലോണ്ടറി സേവനങ്ങളുണ്ട്. തേർഡ് പാർട്ടി നമ്മൾ എന്ത് ചെയ്യും? ഔട്ട്സോഴ്സിന്, മറ്റു പുറമേയുള്ള സോഴ്സിന് നമ്മൾ കൊടുക്കുന്നു. അതുപോലെ തന്നെയാണ് ഇവിടെ ഹൗസ് കീപ്പിംഗിൽ പറയുന്നത്. ഇൻ ഹൗസ് കീപ്പിംഗ് ഓർ ഇൻ ഹൗസ് സർവീസസ് അല്ലെങ്കിൽ ഇൻസോഴ്സ് സർവീസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹോസ്പിറ്റലിന്റെ ഉള്ളിലുള്ള എക്സിസ്റ്റിംഗ് സ്റ്റാഫ് തന്നെയാണ് ചെയ്യുന്നത്. പക്ഷേ ഔട്ട്സോഴ്സിംഗ് സർവീസ് എന്ന് പറയുമ്പോൾ നമ്മള് ഒരു എന്താ പറയാ, ഒരു കോൺട്രാക്ട് ബേസിലാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത്. മീൻസ് വേറൊരു പുറത്തൊരു കരാർ നമ്മൾ കൊടുക്കുകയാണ്, കോൺട്രാക്ട് കൊടുത്തിട്ട് അവരാണ് അത് ശുചീകരണ പ്രവർത്തനങ്ങൾ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഒരു കാര്യം ചെയ്യാ, നിങ്ങളൊന്ന് ഞാൻ പറഞ്ഞത് പോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് എഴുതി വെക്കുക. അപ്പൊ മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്. ഇൻ ഹൗസ് സർവീസ് എന്ന് കണ്ടില്ലേ, അതിന്റെ മുകളിലായിട്ട് അല്ലെങ്കിൽ അതിനോടൊപ്പം തന്നെ ഇൻ ഹൗസ് എന്ന് എഴുതിയിരിക്കുന്ന ഒരു ബോക്സ് കണ്ടോ? ഫസ്റ്റ് ബോക്സ് ആണ് കേട്ടോ ഞാൻ പറയുന്നത്. ടേബിളിലോട്ട് വരണ്ട. ടൈപ്സ് ഓഫ് ഹൗസ് കീപ്പിംഗില് ഇൻ ഹൗസ് സർവീസ് എന്ന് പറഞ്ഞ ഒരു കുഞ്ഞു ബോക്സ് ഉണ്ട്. അതുപോലെ ഔട്ട്സോഴ്സിംഗ് സർവീസ് ഉണ്ട്. രണ്ട് ബോക്സ് ഉണ്ട്. ഓക്കെ, അപ്പൊ നിങ്ങള് ഇൻ ഹൗസ് സർവീസ് എന്നുള്ള ബോക്സിന്റെ താഴെയായിട്ട് എഴുതാം എക്സിസ്റ്റിംഗ് എംപ്ലോയീസ് എഴുതാം. എക്സിസ്റ്റിംഗ് എംപ്ലോയി. എക്സിസ്റ്റിംഗ് എംപ്ലോയി ജസ്റ്റ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അവിടെയുള്ള എംപ്ലോയീസ് തന്നെ ചെയ്യുന്നത് എക്സിസ്റ്റിംഗ് എംപ്ലോയി. നെക്സ്റ്റ് അടുത്തതിലോട്ട് വരാം. ഔട്ട്സോഴ്സിംഗ് സർവീസിന്റെ അവിടെ എഴുതാം കോൺട്രാക്ടർ ബേസ്ഡ് കേട്ടോ. കോൺട്രാക്ടിങ് ബേസ് എന്ന് കൊടുക്കാം. നമ്മൾ കോൺട്രാക്ട് കൊടുക്കുകയാണ്. അപ്പൊ അകത്തുള്ളവരല്ല, പുറത്തുനിന്ന് നമ്മള് കോൺട്രാക്ട് കൊടുക്കുന്നു. കോൺട്രാക്ട് ബേസ് എഴുതിയോ? ഓക്കെ, ഇപ്പോൾ ഡൗട്ട് ഒന്നും ഇല്ലല്ലോ, മാറിപ്പോവില്ലല്ലോ. ഇൻ ഹൗസ് എന്ന് പറഞ്ഞാല് എക്സിസ്റ്റിംഗ് എംപ്ലോയീസ് ആണ്, ഹോസ്പിറ്റലിലുള്ള എംപ്ലോയീസ് തന്നെയാണ്. ഔട്ട്സോഴ്സിംഗ് എന്ന് പറയുന്നത് നമ്മൾ കോൺട്രാക്ട് ബേസിൽ കൊടുക്കുകയാണ്. ഓക്കെ, ഇനി നമ്മൾ ടേബിൾ നോക്കാൻ പോണ കേട്ടോ. ഇനി നമ്മൾ അതിന്റെ ഫീച്ചേഴ്സ് ആണ് നോക്കുന്നത്. ഇൻ ഹൗസ് സർവീസസിന്റെ ഫീച്ചേഴ്സും അതുപോലെ തന്നെ ഔട്ട്സോഴ്സ് സർവീസസിന്റെ നമ്മളൊന്ന് ഡിഫറൻഷിയേറ്റ് ചെയ്ത് പറയാൻ പോണതാണ്. ഓക്കെ, താരതമ്യേന പിടിച്ച് പറയാം. അപ്പൊ കുറച്ചുകൂടി ക്ലിയർ ആവും. ഓരോന്നും അല്ല, രണ്ടിന്റെയും കൂടി നമ്മള് ഡിഫറൻഷിയേറ്റ് ചെയ്ത് പറയാം. അപ്പൊ ഓരോ എലമെന്റ്സ് ആണ് ഇവിടെ പറയുന്നത്. ഫസ്റ്റ് എലമെന്റ് എന്ന് പറഞ്ഞാൽ നമ്പർ ആണ്. ഓക്കെ, അതായത് സ്റ്റാഫുകളുടെ എണ്ണം നമ്പർ ആണ് പറയുന്നത്. ഓരോ എലമെന്റ്സും നമുക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്ത് പറയാം, വ്യത്യാസപ്പെടുത്താം അല്ലെ. ഇൻ ഹൗസിൽ എങ്ങനെയാണ്, അതുപോലെ ഔട്ട്സോഴ്സിൽ എങ്ങനെയാണെന്ന് പറയാം. അപ്പോ ഫസ്റ്റ് എലമെന്റ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഫസ്റ്റ് എലമെന്റ് എന്ന് പറയുന്നത് നമ്പർ ആണ് അല്ലെ, അതായത് സ്റ്റാഫുകളുടെ എണ്ണം. ഇൻ ഹൗസ് സർവീസസിൽ എങ്ങനെയാണ്? ഫിക്സ്ഡ് ആസ് പെർ അതോറിറ്റേഷൻ അല്ലെ, അംഗീകാരം ഒരു അതോറിറ്റേഷൻ അനുസരിച്ച് നിശ്ചയിക്കുന്ന ഒരു അനുമതി അല്ലെങ്കിൽ ഒരു ഫിക്സ്ഡ് ആണ്. ഇത്ര സ്റ്റാഫുകൾ അവിടെ ഓൾറെഡി ഹോസ്പിറ്റലിൽ ഫിക്സ്ഡ് ആണ്, അതാണ് അവിടുത്തെ സ്റ്റാഫുകളുടെ എണ്ണം എന്ന് പറയുന്നത്. ദെൻ ഔട്ട്സോഴ്സിലാണെങ്കിൽ ക്യാൻ വേരി ഡിപ്പെൻഡിങ് ഓൺ വർക്ക് ലോഡ്. വർക്ക് ലോഡ് അനുസരിച്ച് അവർ ചിലപ്പോ മെമ്പേഴ്സിനെ കൂട്ടാം. ചിലപ്പോൾ 10 പേരായിരിക്കും, ചിലപ്പോൾ വർക്ക് തീരാതെ ആവുമ്പോൾ അവർ ഒരു 5 പേരെ കൂടി അവർ ആ വർക്കിന് വേണ്ടിയിട്ട് കൊണ്ടുവരും. അപ്പൊ അത് അവർക്ക് നമ്മൾ കോൺട്രാക്ട് കൊടുക്കുമ്പോൾ അവരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ടാണ് അവർ എംപ്ലോയീസിന് കൊണ്ടുവരുന്നത്. പക്ഷെ ഹോസ്പിറ്റലിനുള്ളിൽ തന്നെയാണെങ്കിൽ അവിടെ ഫിക്സ് ചെയ്തിട്ടുള്ള ഇത്ര മെമ്പേഴ്സ് ഉണ്ട്, സ്റ്റാഫുകൾ. സോ അത്രയും സ്റ്റാഫുകൾ തന്നെയായിരിക്കും, വേറെ പുറത്തുനിന്ന് ഒരാളോടെ പറ്റില്ല. ഓക്കെ, അത്രയുമാണ് നമ്പറിൽ പറയുന്നത്. എലമെന്റ്സിൽ ഫസ്റ്റ് വൺ ആണ് നമ്പർ. ദെൻ സെക്കൻഡ് വൺ കൺട്രോളർ. എങ്ങനെയാണ് അതിന്റെ കൺട്രോൾ, നിയന്ത്രണങ്ങൾ എങ്ങനെയാണ്? ഇൻ ഹൗസിലാണെങ്കിൽ ഡയറക്റ്റ് കൺട്രോൾ ആണ് അല്ലെ, അതായത് നമ്മൾ പറഞ്ഞു നേരിട്ട് നിയന്ത്രണം ഉണ്ട്. അവിടെ ഒരു സൂപ്പർവൈസറും കാര്യങ്ങളൊക്കെ അവർ നിയന്ത്രിക്കാനുണ്ട്. ഹോസ്പിറ്റലിൽ പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കാനായിട്ട് ഹൗസ് കീപ്പിംഗിന് നമ്മൾ പറഞ്ഞില്ലേ, എക്സിക്യൂട്ടീവ് മാനേജർ ഉണ്ടാവാം, ഡയറക്ടർ ഉണ്ടാവാം, അതുപോലെ തന്നെ സൂപ്പർവൈസർ ഒക്കെ ഉണ്ട്. അവരുടെ നേരിട്ടുള്ള ഒരു നിയന്ത്രണം ഡയറക്റ്റ് കൺട്രോൾ ആണ്. ഔട്ട്സോഴ്സ് സർവീസ് എന്ന് പറയുമ്പോൾ കൺട്രോൾ ചെയ്യുന്നത് ആരാണ്? കോൺട്രാക്ടർ ആണ്. ഒരു വ്യക്തി ഉണ്ടാവുമല്ലോ, ഒരു കോൺട്രാക്ടർ, അയാളുടെ കീഴിലായിരിക്കുമല്ലോ പ്രവർത്തിക്കുന്ന ഈ തൊഴിലാളികള്. സോ തൊഴിലാളികളെ കൺട്രോൾ ചെയ്യുന്നത് കോൺട്രാക്ടർ ആയിരിക്കും.
ഓക്കെ. അപ്പോ ഈ തൊഴിലാളികള് അവരുടെ നമുക്കിപ്പോ കോൺട്രാക്ട് ലേബേഴ്സിന്റെ നമുക്ക് ഇവിടുത്തെ സൂപ്പർവൈസറിനെ ഭരിക്കാനുള്ള അവകാശമൊന്നും ഇല്ല അല്ലെ. അവരെ കൊണ്ടുവന്നത് അവരുടെ കോൺട്രാക്ടർ ആണ്. സോ കോൺട്രാക്ടറിനാണ് അതിന്റെ ഉത്തരവാദിത്തം അല്ലെ. അപ്പൊ അവര് കൺട്രോൾ ചെയ്യേണ്ടത് കോൺട്രാക്ടർ ആയിരിക്കും. മൂന്നാമത്തെ എലമെന്റ്സ് എന്ന് പറയുന്നത് ഡിസിപ്ലിൻ ആണ്. എങ്ങനെയാണ് ഡിസിപ്ലിൻ നോക്കാം. ഇൻ ഹൗസിലാണെങ്കിൽ ലോങ് ഡ്രോൺ അഡ്മിനിസ്ട്രേറ്റീവ് പ്രോസസ് അല്ലെ. ഒരു നീണ്ട ഒരു ഭരണ പ്രക്രിയയാണത്. കുറച്ച് ഡിസിപ്ലിന്റെ കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ പാലിക്കണം. ഒരു ഹോസ്പിറ്റലാണത് അല്ലെ. അപ്പൊ അവർക്ക് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യണം, റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ ഹോസ്പിറ്റലിന്റെ ഭാഗത്ത് നിന്ന് കൊടുത്തിട്ടുണ്ടാകും. ഒരു അഡ്മിനിസ്ട്രേറ്റീവ് ഭരണപരമായിട്ടുള്ള ഒരു പ്രോസസ് ആണത്. അതായത് റൂൾസ് റെഗുലേഷൻസ് ഒക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ടത്. ഇനി ഔട്ട്സോഴ്സിലാണെങ്കിൽ റെസ്പോൺസിബിലിറ്റി ഓഫ് കോൺട്രാക്ടർ, അതും കോൺട്രാക്ടറിന്റെ റെസ്പോൺസിബിലിറ്റി ആണ്. അയാളുടെ കീഴിൽ പ്രവർത്തിക്കുന്നവരാണ്. സോ അവിടുത്തെ ഡിസിപ്ലിൻ എങ്ങനെ പാലിക്കണമെന്ന് കോൺട്രാക്ടറാണ് അവർക്ക് പറഞ്ഞു കൊടുക്കേണ്ടത്. ഇതാണ് ഡിസിപ്ലിനിൽ പറയുന്നത്. ഓക്കെ. അപ്പൊ 3 എലമെന്റ്സ് ആണ് പറഞ്ഞത്. നമ്പർ, കൺട്രോൾ, ഡിസിപ്ലിൻ. 3 ക്ലിയർ ആണോ? 2 വരുന്നത് നമ്പർ ആണെങ്കിൽ ഇൻ ഹൗസിലാണെങ്കിൽ ഫിക്സ്ഡ് നമ്പർ ഉണ്ടാകും. ഔട്ട്സോഴ്സിലാവുമ്പോൾ അത് വർക്ക് ലോഡ് അനുസരിച്ചിട്ട് ആളുകളെ മാറ്റിക്കൊണ്ടിരിക്കും. കൺട്രോൾ ആണെങ്കിൽ ഡയറക്റ്റ് കൺട്രോൾ ആണ്. മറ്റേത് കോൺട്രാക്ടർ ആണ് കൺട്രോൾ ചെയ്യുക. ഡിസിപ്ലിൻ ആണെങ്കിൽ ഇൻ ഹൗസില് കുറച്ചുകൂടി സ്ട്രിക്റ്റ് ആയിട്ടുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ ഉണ്ടാകും. ഔട്ട്സോഴ്സിലാണെങ്കിൽ റെസ്പോൺസിബിലിറ്റി കോൺട്രാക്ടറിന്റെ റെസ്പോൺസിബിലിറ്റി ആണ് കൺട്രോൾ ചെയ്യുക എന്നുള്ളത്. ഓക്കെ. 3 എലമെന്റ്സ് ഓക്കെ ആണോ? ക്ലിയർ ആണല്ലോ അവർക്ക് 3 എലമെന്റ്സ്? ഓക്കെ. അയച്ചു നോക്കണോ 3 അല്ലെങ്കിൽ ടോട്ടലി ടേബിൾ കംപ്ലീറ്റ് ചെയ്തിട്ട് വായിച്ചാൽ മതിയോ? വായിക്കണമെന്നാണോ? ഓക്കെ, കംപ്ലീറ്റ് ചെയ്തിട്ട് മതി. നാലാമത്തെ എലമെന്റ് എന്ന് പറഞ്ഞാൽ കണ്ടിന്യൂറ്റി ഓഫ് സ്റ്റാഫ്. സ്റ്റാഫിന്റെ കണ്ടിന്യൂറ്റി എങ്ങനെയാണെന്ന്, ജീവനക്കാരുടെ തുടർച്ച, മീൻസ് ജീവനക്കാർ വരുന്നത് എങ്ങനെയാണെന്ന്. അപ്പോ ഇൻ ഹൗസിലാണെങ്കിൽ assurance hence standard of service can be more stable അല്ലെ. അതായത് ഉറപ്പ് നൽകുന്നത് സേവന നിലവാരത്തിൽ കൂടുതൽ സുസ്ഥിരമായിരിക്കും. സ്റ്റാഫുകൾ പിരിഞ്ഞു പോകുന്നില്ല. അവർ പെർമനന്റ് ഒക്കെ ആയിട്ട് അവർ ഫിക്സ് ചെയ്തിട്ടുള്ള സ്റ്റാഫുകളായിരിക്കുന്നത്. Then outsourcing staff can keep on changing, hence standard of service can vary അല്ലെ. അതായത് ജീവനക്കാർ മാറിക്കൊണ്ടിരിക്കും. ചിലപ്പോൾ അവര് തന്നെ കണ്ടിന്യൂസ് നിൽക്കണമെന്നൊന്നുമില്ല. കോൺട്രാക്ട് ആണെങ്കിലും ചിലപ്പോൾ അതിൽ നിന്നും ആളുകളൊക്കെ മാറ്റം വന്നേക്കാം. സോ നിലവാരമൊക്കെ വലിയ അധികം വ്യത്യാസപ്പെടുന്നതാണ്. പെർമനന്റ് ഒന്നും ആയിരിക്കില്ല. കോൺട്രാക്ട് എടുക്കുമ്പോൾ ഇത്ര മാസത്തേക്കും അങ്ങനെയൊക്കെയുള്ള കോൺട്രാക്ട് ബേസിൽ കരാറുകാർ എടുക്കുന്നത്. അവർ ആ ഒരു 6 months ചിലപ്പോൾ 1 വർഷത്തേക്കുള്ള കരാറായിരിക്കും. അത് കഴിയുമ്പോൾ അടുത്ത ജീവനക്കാരായിരിക്കും അതിന് വരുന്നത്. പക്ഷേ ഹോസ്പിറ്റലിന്റെ ഉള്ളിൽ എന്ന് പറയുമ്പോൾ അത് ഫിക്സഡ് ആയിട്ടുള്ള ഒരു നിലവാരമുള്ളതാണ്, സ്റ്റേബിൾ ആണത്. ഫിക്സഡ് ആയിട്ടുള്ള ഒരു പെർമനന്റ് ആയിട്ടുള്ള സ്റ്റാഫുകൾ അതിൽ ഇൻക്ലൂഡഡ് ആണ്. ഫിഫ്ത് എലമെന്റ്സ്, അഞ്ചാമത്തെ എലമെന്റ് എന്ന് പറയുന്നത് ലീവ് അവൈലബിലിറ്റി ഓഫ് സ്റ്റാഫ്. എങ്ങനെയാണ് അവരുടെ ലീവ്? അവൈലബിലിറ്റി ഓഫ് സ്റ്റാഫിന്റെ പറയുന്നത് നോ ലീവ് റിലീഫ് അല്ലെ. ലീവ് റിലീഫ് ഒന്നും ഇല്ലാന്ന്, അവർക്ക് ഫിക്സഡ് ആയിട്ടുള്ള കുറച്ച് ലീവുകളും അലവൻസുകളും മാത്രമേ ഉള്ളൂ. അല്ലാതെ എപ്പോഴും തോന്നിയ പോലെ ലീവ് ഒന്നും എടുക്കാൻ പറ്റില്ല. ഇപ്പൊ മാസത്തിൽ ഇത്ര ലീവും കാര്യങ്ങളൊക്കെ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടാകുമല്ലോ. സോ അങ്ങനെയുള്ളൊരു ലീവും കാര്യങ്ങളും മാത്രമേ അവർക്ക് പെർമനന്റ് ആയിട്ട് നിശ്ചയിച്ചിട്ടുള്ള ലീവുകൾ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. ദെൻ ഇവിടെ വരുമ്പോൾ ഔട്ട്സോഴ്സിലാണെങ്കിൽ കോൺട്രാക്ടർ പ്രൊവൈഡ്സ് ലീവ് റിലീഫ് ഇഫ് സോ specified in the TORS terms of reference. കരാറുകാരൻ എന്ത് ചെയ്യും? അവധി ഇളവൊക്കെ കൊടുക്കുന്നത്. ഇപ്പൊ കോൺട്രാക്ട് ബേസ് അല്ലേ. അപ്പൊ ഒരാളൊന്നും വന്നില്ലെങ്കിൽ കുഴപ്പമില്ല, ഓക്കെ. അപ്പൊ പകരം വേറൊരാളെ കയറ്റും. അയാൾക്ക് എപ്പോ വർക്ക് ലോഡ് അനുസരിച്ചിട്ട് വേരി ചെയ്യാനായിട്ട് പറ്റും അല്ലേ. അപ്പൊ അതുകൊണ്ട് ലീവ് കാര്യങ്ങളൊക്കെ കൊടുക്കുന്നത്. ടേംസ് ഓഫ് റെഫറൻസ്, അതായത് അവര് അലൗഡ് ചെയ്യും എന്നുള്ളൊരു മീനിങ് ആണ്. TOR ടേംസ് ഓഫ് റെഫറൻസ് ആണ് മീനിങ്. കോൺട്രാക്ടർ ഇളവ് നൽകുന്നത് ലീവിൽ. ഇപ്പൊ സ്റ്റാഫുകൾ ഏതെങ്കിലും വന്നില്ലാണ്ടെങ്കിൽ പ്രശ്നമൊന്നുമില്ല. പക്ഷേ ഹോസ്പിറ്റലിന്റെ ഉള്ളിലാവുമ്പോൾ സ്റ്റാഫിന് ഇത്ര ലീവ് ഉണ്ടാകും. ചിലപ്പോൾ സാലറി കട്ടിങ് കാര്യങ്ങളൊക്കെ വന്നേക്കാം അല്ലെ. ദെൻ സിക്സ്ത് എലമെന്റ് എന്ന് പറയുന്നത് ജോബ് ഡിസ്ക്രിപ്ഷൻ. എങ്ങനെയാണ് ജോലിയുടെ വിവരണം? എങ്ങനെയാണ്? ആസ് ലേഡ് ഡൗൺ ബൈ അതോറിറ്റീസ്.
അധികാരങ്ങൾ നിശ്ചയിച്ചിട്ടുള്ള പ്രകാരമായിരിക്കും അല്ലെ, അതോറിറ്റി നിശ്ചയിച്ചിട്ടനുസരിച്ചിട്ടാണ് ഹോസ്പിറ്റലിന്റെ ഉള്ളിലുള്ള ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തുന്നത്. അവര് ഓരോരോ പ്രോസസ്സും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടാവും. ആ പ്രൊസീജിയർ അനുസരിച്ചിട്ടാണ് അവര് അവിടെ പ്രവർത്തിക്കുന്നത്. ഔട്ട്സോഴ്സിംഗിലാവുമ്പോൾ ആസ് പെർ ദ ടേംസ് ഓഫ് റെഫറൻസ് ഓഫ് കോൺട്രാക്ടർ പറയുന്നതനുസരിച്ചിട്ടാണ് അവർ വർക്ക് ചെയ്യുന്നത്. ഇനി ലാസ്റ്റ് വൺ എൻഷുറിംഗ് ക്വാളിറ്റി ഉറപ്പ് നൽകുന്നത് എങ്ങനെയാണെന്ന്. അറ്റ് ടൈംസ് ഡിഫിക്കൽട്ട് ടു മെയിൻറ്റെയിൻ അല്ലെ, ചിലപ്പോഴും പരിപാലിക്കാനായിട്ട് അവർക്ക് ബുദ്ധിമുട്ടൊക്കെ വന്നേക്കാം. അറ്റ് ടൈംസ് മീൻസ് എപ്പോഴും അതുപോലെ തന്നെ ചെയ്യാൻ പറ്റണമെന്നില്ല, എന്തെങ്കിലും പോരായ്മകളും ഡിഫിക്കൽറ്റീസ് ഒക്കെ വന്നേക്കാം. ദെൻ ഔട്ട്സോഴ്സിലാവുമ്പോൾ deliverable should be clearly spelled out with inbuilt penalties for poor performance. അതായത് ഡെലിവറി ചെയ്യാവുന്നത് വ്യക്തമായിട്ട് അവര് ചെയ്യണം. ക്ലിയർ സ്പെൽറ്റ് എന്ന് വെച്ചാല് കൃത്യമായിട്ട് അവർ എഴുതിയിരിക്കണം. നമ്മൾ കരാറ് കൊടുക്കുമ്പോൾ കരാറിൽ ഇങ്ങനെ എഴുതും ഇല്ലേ, അതായത് ഇത്ര ദിവസത്തിനുള്ളിൽ അല്ലെങ്കിൽ ഇന്ന ദിവസം ഇത്ര വർക്കുകൾ നമ്മൾ പൂർത്തിയാക്കുന്ന ഒരു കരാറിന്റെ അടിസ്ഥാനത്തിലാണ് നമുക്ക് വർക്ക് കൊടുക്കുന്നത്. സോ അത് ക്ലിയർ ആയിട്ട് എഴുതിയിരിക്കണം. വിത്ത് ദ ഇൻബിൽറ്റ് പെനാലിറ്റീസ് ഫോർ പുവർ പെർഫോമൻസ്. ഇനി അവർ ചെയ്ത വർക്കിൽ എന്തെങ്കിലും പുവർ ആയിട്ടുള്ള പെർഫോമൻസുകളാണ് എങ്കിൽ അവരോട് നമ്മൾ പെനാൽറ്റീസ് ഈടാക്കും. അതൊക്കെ ഓൾറെഡി ഒരു കരാറിൽ എഴുതിയിട്ടുണ്ടാകും. ഇത്ര ദിവസങ്ങളിൽ വർക്ക് നമ്മൾ പൂർത്തീകരിക്കും. അപ്പോൾ ചെയ്ത വർക്കിൽ എന്തെങ്കിലും പ്രശ്നങ്ങളോ അല്ലെങ്കിൽ പോരായ്മകൾ ഉണ്ടെങ്കിൽ നമ്മൾ അവരുടെ നിന്നും ഈടാക്കും, അവരുടെ നിന്നും ഫൈൻ ഈടാക്കും. ഓക്കെ, ഇത്രയുമാണ് എലമെന്റ്സ്. രണ്ട് തമ്മിലുള്ള ഡിഫറൻസ് ആണ് നമ്മൾ പറഞ്ഞത്. ടേബിള് വളരെ സിമ്പിൾ ആണ്, ഒന്നിന്റെ ഓപ്പോസിറ്റ് ആണ് ഇപ്പുറം വരുന്നത്. ഇവിടെ കൺട്രോൾ ചെയ്യുന്നത് ഹോസ്പിറ്റൽ ആണെങ്കിൽ ഇവിടെ കൺട്രോൾ ചെയ്യുന്നത് ആരാണ്? കോൺട്രാക്ടർ ആയിരിക്കും. ഔട്ട്സോഴ്സ് എന്ന് പറയുമ്പോൾ കോൺട്രാക്ടറിനാണ് എല്ലാ ചുമതലയും, അയാളുടെ ഉത്തരവാദിത്വമാണ് അല്ലെ. അയാൾ കുറച്ച് സ്റ്റാഫുകളെ കൊണ്ടുവന്നിട്ട് കോൺട്രാക്ടറിന്റെ മേൽനോട്ടത്തിലാണ് ആ സ്റ്റാഫുകളോട് വർക്ക് ചെയ്യുന്നത്. ഓക്കെ, ഇനി ടേബിൾ അത് വായിച്ചു നോക്കിക്കോളൂ കേട്ടോ. ഓരോ പോയിന്റും ഓരോ എലമെന്റും ധൃതി പിടിച്ചൊന്നും വായിക്കേണ്ട, സാവകാശം ഓരോ എലമെന്റും വായിക്കാം. അതിൽ ഇൻഹൗസിൽ എന്ത് വരും, ഔട്ട്സോഴ്സിൽ എന്ത് വരും, അങ്ങനെ ഒന്ന് കണക്ട് ചെയ്തിട്ട് വായിച്ചു പോകാം കേട്ടോ. ഒറ്റയടിക്കല്ല വായിക്കേണ്ടത്, ഓരോ എലമെന്റിനും എടുത്തെടുത്ത് വായിക്കാം. നമ്പർ വായിക്കുകയാണെങ്കിൽ അത് ഇൻഹൗസിൽ എങ്ങനെയാണ്, ഔട്ട്സോഴ്സിൽ എങ്ങനെയാണ്, കൺട്രോള് രണ്ടിലും എങ്ങനെയാണ്, അങ്ങനെ ഡിഫറൻഷിയേറ്റ് ചെയ്തിട്ട് വായിച്ചു പോകണം കേട്ടോ, അല്ലെങ്കിൽ അത് കൺഫ്യൂഷൻ ആകും.
ടേബിള് വായിക്കാട്ടോ. 7 എലമെന്റ്സ് ഉണ്ട്. 7ഉം ഒന്ന് ഡിഫറൻഷിയേറ്റ് ചെയ്തുകൊണ്ട് തന്നെ വായിക്കാം. നിങ്ങൾ വായിക്കുന്നതിനോടൊപ്പം തന്നെ നിങ്ങൾ അത്യാവശ്യം ഒരു 15% നിങ്ങൾക്കത് മനസ്സിലാക്കി തന്നെ വായിക്കാം കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് അത് ഒരിക്കലും മറന്നു പോകില്ല. കംപ്ലീറ്റ് ചെയ്തോ ടേബിള്? ക്ലിയർ ആണല്ലോ? ലെവൽസ് 4 ടൈപ്സ് ഓഫ് ഹൗസ് കീപ്പിംഗ്. 2 ടൈപ്പ് ആണ്. ഇൻ ഹൗസ് സർവീസ് ഓർ ഇൻസോഴ്സ് സർവീസും ദെൻ ഔട്ട്സോഴ്സിംഗ് സർവീസ്. ഇൻസോഴ്സ് സർവീസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹോസ്പിറ്റലിന്റെ ഉള്ളിൽ തന്നെ എക്സിസ്റ്റിംഗ് സ്റ്റാഫുകളാണ്. ഔട്ട്സോഴ്സിംഗ് എന്ന് പറയുമ്പോൾ കോൺട്രാക്ട് ബേസിൽ നമ്മൾ കൊടുക്കുന്ന സ്റ്റാഫുകൾ കോൺട്രാക്ട് ബേസിൽ കരാർ പണി കൊടുക്കുന്നു. ഇനി നമ്മൾ അതിന്റെ എലമെന്റ്സ് ആണ് നോക്കിയത്. നെക്സ്റ്റ് വൺ നോക്കുന്നത് ഔട്ട്കം ഓഫ് ഗുഡ് ഹൗസ് കീപ്പിംഗ്. നല്ലൊരു ഗുഡ് ആയിട്ടുള്ള ഹൗസ് കീപ്പിംഗിന്റെ ഔട്ട്കംസ്, അതിന്റെ ഫലങ്ങൾ എന്തൊക്കെയായിരിക്കും? നല്ലൊരു ശുചീകരണ പ്രവർത്തനങ്ങളൊക്കെ ആണെങ്കിൽ എന്തൊക്കെയായിരിക്കും അതിന്റെ ഫലങ്ങള്? PDF നോക്കണ്ട, അല്ലാതെ തന്നെ എന്തൊക്കെയായിരിക്കും ഒന്ന് പറഞ്ഞു നോക്കിയേ. അഭിപ്രായം ഉണ്ട് എന്തെങ്കിലും? നമുക്ക് നല്ല ഫലം ഇരിക്കോ? നല്ല ഔട്ട്കമാണോ ലഭിക്കുന്നത്? നല്ലൊരു ശുചീകരണ പ്രവർത്തനങ്ങളാണ് ഒരു ഹോസ്പിറ്റലിൽ നടത്തുന്നതെങ്കിൽ വൃത്തിയുണ്ടാകും. ഓക്കെ, ദെൻ ഇൻഫെക്ഷൻ കൺട്രോൾ. ഓക്കെ, ദെൻ വേറെ എന്തൊക്കെയുണ്ട്? PDF പോകണ്ടാട്ടാരും നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറഞ്ഞോളൂ. നിങ്ങളുടേതായ രീതിയിൽ പറഞ്ഞോളൂ, ഒരു കുഴപ്പമില്ല. തെറ്റിടയ്ക്ക് തിരിപ്പിക്കൊള്ളട്ടെ. ഓക്കെ, ഹോസ്പിറ്റലിലേക്ക് ആളുകൾ വരാം. ഓക്കെ, ദെൻ വേറെ എന്തൊക്കെയുണ്ട്? അത്രേ ഉള്ളോ? വേറെ ഒന്നുമില്ല. ഒരു പ്രയോജനമില്ല ഒരു ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ. റെപ്യൂട്ടേഷൻ കൂട്ടാം. ഓക്കെ, ദെൻ ഒരു പ്രയോജനമില്ല ഒരു ക്ലീനിങ് ഒന്നും ചെയ്തിട്ട്. പ്രയോജനം ഹോസ്പിറ്റലിനും ഇല്ല, പേഷ്യൻസിനും ഇല്ല. അങ്ങനെയാണോ? പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ. നല്ല ഒപ്പീനിയൻ വരും ഹോസ്പിറ്റലിനെ കുറിച്ച്. പ്രിഡിക്റ്റേഷൻ. നമ്മൾ പഠിച്ച ചാപ്റ്ററുകളൊക്കെ ഒന്ന് റിലേറ്റ് ചെയ്തിട്ടൊന്ന് പറഞ്ഞു നോക്കൂ. വേറെ പുറത്തേക്ക് ഒന്നും പോകേണ്ട ആവശ്യമില്ല. നമ്മൾ ഈ ഓരോ ചാപ്റ്ററിൽ പഠിച്ച കാര്യങ്ങളൊക്കെ അല്ലേ? ആണോ? ഓക്കെ, പിന്നെ നമുക്ക് നോക്കാം ഔട്ട്കം ഓഫ് ഗുഡ് ഹൗസ് കീപ്പിംഗ് കേട്ടോ. എങ്ങനെയാണ് നമുക്ക് ഔട്ട്കംസ് നോക്കാം. അവോയ്ഡ് ആൻഡ് കൺട്രോൾ ഇൻഫെക്ഷൻസിനെ അവോയ്ഡ് ചെയ്യാം, കൺട്രോൾ ചെയ്യാം. കർട്ടൈൽ ആവറേജ് ലെങ്ത് ഓഫ് സ്റ്റേ. എന്ത് കർട്ടൈൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റെഡ്യൂസ് എന്നുള്ളൊരു മീനിങ് തന്നെയാണ് കേട്ടോ. റെഡ്യൂസ് ഒന്ന് എഴുതിയിട്ടോളൂ മേഡത്തുകളില്. റെഡ്യൂസ് കർട്ടൈൽ ആവറേജ് ലെങ്ത് ഓഫ് സ്റ്റേ അല്ലെ? ഹോസ്പിറ്റലിൽ സ്റ്റേ ചെയ്യുന്നത് പരമാവധി കുറയ്ക്കാമെന്ന്. എങ്ങനെയാ? നല്ല ക്ലീനിങ്ങും ഇതൊക്കെയാണെങ്കിൽ വേറെ ഇൻഫെക്ഷൻസ് ഒന്നും വരില്ല. അപ്പൊ സ്റ്റേ ചെയ്യുന്നത് നമുക്ക് റെഡ്യൂസ് ചെയ്യാം. റിഡക്ഷൻ ഇൻ കോസ്റ്റ് ഓഫ് മെഡിക്കൽ കെയർ. മെഡിക്കൽ ചിലവ് കുറയ്ക്കാമെന്ന് നമുക്ക്. റിഡക്ഷൻ ഓഫ് കോസ്റ്റ്. ഇൻഫെക്ഷൻസും അധികം രോഗങ്ങളൊക്കെ വരാതെയൊക്കെ ശ്രമിക്കാമെന്ന്. ചില പേഷ്യൻസിന് ഹോസ്പിറ്റലിലേക്ക് വരുമ്പോൾ ചിലപ്പോൾ വലിയ പ്രശ്നമൊന്നും ഉണ്ടാവില്ല. പക്ഷെ അവിടത്തെ ഇൻഫെക്ഷൻ ഒക്കെ ആയിട്ട് നമുക്ക് വേറെ എന്തെങ്കിലും അസുഖങ്ങളൊക്കെ പിടിപെടും ഇല്ലേ? കിട്ടോ? ഇതൊക്കെ സർവ്വസാധാരണമായിട്ട് നടക്കുന്നതല്ലേ? ചിലപ്പോ നമ്മൾ ഹോസ്പിറ്റലിലേക്ക് പോകുമ്പോൾ വേറെ പ്രശ്നമൊന്നും ഉണ്ടാവില്ല. ചെറിയ എന്തെങ്കിലും അസുഖമൊക്കെ ആയിട്ടായിരിക്കാം പോകുന്നത്. പക്ഷെ അവിടെ ചെന്ന് കഴിയുമ്പോൾ അവിടെ ഒന്നില്ലെങ്കിൽ പനിയുടെ സീസൺ ഒക്കെ നിങ്ങൾ അറിയാലോ. ഇഷ്ടംപോലെ പനിയുള്ളവരോ അതും അല്ലെങ്കിൽ ക്ലീനിങ് ഒന്നും ഇല്ലാത്ത ഒരു ഏരിയയും ചുറ്റുപാടൊക്കെ ആണെങ്കിൽ അവിടുന്ന് നമുക്ക് ഇൻഫെക്ഷൻ കിട്ടി വേറെ മറ്റു അസുഖങ്ങളൊക്കെ വരാം അല്ലെ?
അപ്പോൾ റിഡക്ഷൻ ഇൻ കോസ്റ്റ് ഓഫ് മെഡിക്കൽ കെയർ. കർട്ടൈൽ പേഷ്യന്റ് സഫറിങ്, രോഗിയുടെ കഷ്ടപ്പാടുകൾ കുറയ്ക്കാവുന്ന, സഫർ ചെയ്യുന്നത്. അതായത് ഇപ്പൊ നമ്മള് ഇപ്പോൾ അഡ്മിറ്റൊക്കെ ആവുമ്പോഴൊക്കെ ആണെങ്കിൽ ഈ ടോയ്ലറ്റ്സിലൊക്കെ ക്ലീനിങ് ഒക്കെ അല്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അല്ലെ, രോഗികൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പൊ അങ്ങനെയുള്ളതൊക്കെ നമുക്ക് പരമാവധി സഫറിങ് കുറയ്ക്കാം. ഇന്റൻസിറ്റി ഓഫ് പബ്ലിക് റിലേഷൻസ് അല്ലെ, ഇന്റൻസിറ്റി ഓഫ് പബ്ലിക് റിലേഷന്റെ തീവ്രമാക്കാവുന്നത്. നിങ്ങൾ നേരത്തെ പറഞ്ഞു ആളുകൾ കൂടുതൽ അവർക്കൊരു സാറ്റിസ്ഫാക്ഷൻ ഒക്കെ കിട്ടിയ ആളുകളുടെ ഒരു തീവ്രത കൂട്ടാണ്. ഇൻക്രീസ് എൻഹാൻസസ് എന്ന് വെച്ചാൽ പോപ്പുലാരിറ്റി ഒക്കെ പറയില്ല നമ്മള്, ഇപ്പോ പോപ്പുലാരിറ്റി എന്ന് പറയാട്ടോ വേണമെങ്കിൽ, അതായത് പോപ്പുലാരിറ്റി കൂട്ടാവുന്നത്. ഇപ്പൊ കൂടുതൽ ആളുകൾ ആ ഹോസ്പിറ്റലിലോട്ട്, ഇപ്പൊ പോപ്പുലാരിറ്റി മീൻസ് ജനപ്രീതി വർദ്ധിപ്പിക്കുകയാണ് ഹോസ്പിറ്റലിലാണ്, നല്ല ഹോസ്പിറ്റലാണ്, വളരെ വൃത്തിയും ക്ലീൻ ആയിട്ടുള്ള അടുപ്പ് ചുറ്റിയിട്ടുള്ള ഹോസ്പിറ്റലാണെന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് പോപ്പുലാരിറ്റി കൂട്ടാം. മോർ വിസിറ്റ് ഓഫ് പേഷ്യൻസ്, കൂടുതൽ വിസിറ്റേഴ്സിനെ നമുക്ക് ആകർഷിക്കാം, കൂടുതൽ സന്ദർശകർ വരുന്നു. ഗ്രേറ്റ് പേഷ്യൻ സാറ്റിസ്ഫാക്ഷൻ നോക്കാം കേട്ടോ, ഗ്രാറ്റിസ് എന്നാണ് എഴുതിയിരിക്കുന്നത്, അതൊന്ന് വെട്ടിക്കൊണ്ട് സാറ്റിസ് നോക്കാം. ആ GAR മാത്രം വെട്ടിക്കളയാ, സാറ്റിസ്ഫാക്ഷൻ. ഗ്രേറ്റ് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ, രോഗികൾക്ക് മികച്ച സംതൃപ്തി അല്ലെങ്കിൽ കൂടുതൽ അവർക്ക് സംതൃപ്തി ലഭിക്കുന്നു. കാരണം നല്ല ക്ലീനിങ് ആയിട്ടുള്ള എൻവയോൺമെന്റും ചുറ്റുപാടും പരിസരമൊക്കെ ക്ലീനിങ് ആണെങ്കിൽ തന്നെ അവര് വെൽ സാറ്റിസ്ഫൈഡ് ആയിരിക്കും. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ഔട്ട്കംസിൽ വരുന്നത്. ജസ്റ്റ് ഒന്ന് കൂടി പറയാൻ ശ്രമിക്കുക. അപ്പൊ അതിന്റെ അതുപോലെ ഒന്ന് വായിച്ചാൽ മതി നിങ്ങള്. അവോയ്ഡ് ആൻഡ് കൺട്രോൾ ഇൻഫെക്ഷൻ, curtail average length of stay, reduction in cost of medical care, curtail patient suffering, intensities public relation, increase, enhance or popularity. Then more visit of patients, great patient satisfaction. Okay, വായിച്ചു നോക്കാം, പെട്ടെന്ന് വായിക്കാം കേട്ടോ, ഔട്ട്കംസ് വായിക്കാം. കംപ്ലീറ്റ് ചെയ്തോ? ഔട്ട്കംസ് ഓഫ് ഗുഡ് ഹൗസ് കീപ്പിംഗ് ഇമ്പോർട്ടന്റ് ആണ്. ആ പോയിന്റ്സുകൾ അതുപോലെ തന്നെ പഠിക്കണം. വേറെ അതിന്റെ ഉള്ളിൽ എക്സ്ട്രാ പഠിക്കാൻ ഒന്നുമില്ല, ജസ്റ്റ് ചെറിയ പോയിന്റുകളാണ്, അതുപോലെ തന്നെ പഠിക്കണം കേട്ടോ. ഓക്കെ, then next one ചെറിയൊരു പാരഗ്രാഫ് കൂടി ഉണ്ട്, അത് കൂടി എടുത്തിട്ട് ഒന്ന് കൺക്ലൂഡ് ചെയ്യാം. Then what is the hospital housekeeping checklist? A hospital housekeeping checklist is used by hospital housekeepers to encourage a sterile environment in patient rooms and avoid the spread of hospital acquired infection. അല്ലെ, അപ്പോ ഈ ഹൗസ്കീപ്പിംഗിന്റെ ഹൗസ്കീപ്പിംഗിലെ സ്റ്റാഫുകള് ഒരു ചെക്ക് ലിസ്റ്റ് ഉപയോഗിക്കുന്നത് എന്തിനു വേണ്ടിയിട്ട്? ഒരു സ്റ്റെറൈൽ എൻവയോൺമെന്റ്, പേഷ്യൻസ് റൂംസും അതുപോലെ തന്നെ നല്ലൊരു സ്റ്റെറൈൽ ആയിട്ടുള്ള, സ്റ്റെറൈൽ ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ലൊരു അണുമുക്തമായിട്ടുള്ള ഒരു എൻവയോൺമെന്റിനെ ക്രിയേറ്റ് ചെയ്യാനും അതുപോലെ തന്നെ അവോയ്ഡ് ദി സ്പ്രെഡ് ഓഫ് ഹോസ്പിറ്റൽ അക്യൂർഡ് ഇൻഫെക്ഷൻ, ഹോസ്പിറ്റലിൽ നിന്നുള്ള ഇൻഫെക്ഷൻസിനെ സ്പ്രെഡ് ചെയ്യാതിരിക്കാനും അതിനെ അവോയ്ഡ് ചെയ്യാനും അവര് ചെക്ക് ലിസ്റ്റ് ഉപയോഗിക്കുന്നത്. എന്താണ് ഈ ചെക്ക് ലിസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ
അതായത് നമ്മൾ ചെക്ക് ലിസ്റ്റ് ഇങ്ങനെ ടിക്ക് ചെയ്ത് പോകൂലേ. അതായത് ഇപ്പോ ഹോസ്പിറ്റലിലാകുമ്പോൾ ഓരോ ഡിപ്പാർട്ട്മെന്റിലെ ഇന്ന ഏരിയകൾ എഴുതും, എന്നിട്ട് അവിടെ നമ്മൾ ടിക്ക് ചെയ്ത് പോകും. അവർ ക്ലീൻ ചെയ്തതനുസരിച്ചിട്ട് ചെക്ക് ലിസ്റ്റുകൾ എന്ത് ചെയ്യും, ഓരോ ഏരിയകളും ക്ലീൻ ചെയ്തതനുസരിച്ച് ചിലപ്പോൾ ഡേറ്റ് ഒക്കെ ഉണ്ടാകും. അതനുസരിച്ചിട്ട് അവർ ക്ലീൻ ചെയ്യുന്ന ഏരിയകൾ ടിക്ക് ചെയ്ത് മാർക്ക് ചെയ്തിട്ട് പോകുന്നു. അതിനാണ് ചെക്ക് ലിസ്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. The checklist has been formed to make it easier for hospital to follow hospital housekeeping standard operating procedure. അതായത് രോഗികളുടെ മുറികളെ വ്യക്തമാക്കാനും നല്ലൊരു അന്തരീക്ഷം പ്രോത്സാഹിപ്പിക്കാനുമാണ് നമ്മൾ ചെക്ക് ലിസ്റ്റ് ഉപയോഗിക്കുന്നത്. ഇതുപോലെ തന്നെ ഈ പറഞ്ഞ ചെക്ക് ലിസ്റ്റ് ഹാസ് ബീൻ ഫോർമഡ് ഈസിയർ ടു ഹോസ്പിറ്റലിന്റെ ഹൗസ് കീപ്പിംഗിന്റെ ഒരു SOP സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ, അതായത് അവർ ചെയ്യുന്ന വർക്കുകളൊക്കെ എങ്ങനെയാണെന്നുള്ളതിന് കൂടുതലായിട്ട് അറിയാനും, അതുപോലെ തന്നെ ഹൈടച്ച് സർഫേസസ് നമ്മൾ ഓൾറെഡി പറഞ്ഞു. ഹൈടച്ച് സർഫേസസ് എന്താണെന്ന്. ദെൻ റൂം സോണിങ്, റൂമിലെ എല്ലാ സോണിങ്സും എല്ലാ ഏരിയകളും ക്ലിയർ അണുമുക്തമാക്കാനും, ഇതുപോലെ തന്നെ ക്ലീനിങ് പാത്ത് എന്ന് വെച്ചാൽ നമ്മൾ നടക്കുന്ന വഴികളും മറ്റും ക്ലീൻ ചെയ്യാനും, പിന്നെ സേഫ്റ്റി കൾച്ചർ നല്ലൊരു സുരക്ഷിതമായിട്ടുള്ള ഒരു സംസ്കാരം നിലനിർത്താനും ഹോസ്പിറ്റൽ ഹൗസ് കീപ്പേഴ്സ് ക്യാൻ ഈസിലി. അപ്പൊ ഇതെല്ലാം പിന്തുടരുന്നതിന് വേണ്ടിയിട്ട് ഈ ചെക്ക് ലിസ്റ്റ് എളുപ്പമാക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള ഒരു ചെക്ക് ലിസ്റ്റ് അവർ രൂപീകരിക്കുന്നത്. അപ്പോൾ ചെക്ക് ലിസ്റ്റ് നോക്കിയിട്ട് അവർക്കത് ടിക്ക് ചെയ്ത് പോകാൻ പറ്റും. ഓരോ ഡേയിലും ഇന്ന ഏരിയകളാണ് നമ്മൾ ക്ലിക്ക് ചെയ്യുന്നത്. അപ്പൊ ആ ചെക്ക് ലിസ്റ്റ് നോക്കിക്കൊണ്ടാണ് ഈ ഓരോ ഡിപ്പാർട്ട്മെന്റുകളും ക്ലീൻ ചെയ്ത് നീറ്റായിട്ട് ഇരിക്കുന്നത്. ഓക്കെ, ഹോസ്പിറ്റൽ ഹൗസ് കീപ്പിംഗ് ചെക്ക് ലിസ്റ്റ് എന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് ക്ലീനിങ് ഡ്യൂട്ടീസ് ആണ്. ഓരോ റൂംസിലൊക്കെ വരുന്ന ഡ്യൂട്ടീസ് ആണ്. അത് നമുക്കിനി നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം. മതിയോ? ഇനി കുറച്ചും കൂടി എടുത്തിട്ടുണ്ടെങ്കിൽ ബോറാക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. അത് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ കുറച്ചധികം പോയിന്റ്സ് ഉണ്ട്. ക്ലിയർ നമുക്ക് ടൈം കിട്ടില്ല അത്ര. മതി. ഓക്കെ, ബോറിംഗ് ആയിപ്പോയോ? വളരെ നോർമൽ സ്പീഡിനെല്ലാം വളരെ കുറച്ചാണ് എടുത്തത്. മീൻസ് കുറച്ച് സ്ട്രെയിൻ ചെയ്യാനുള്ള ഒരു ബുദ്ധിമുട്ടുള്ളത് കൊണ്ടാണ് ഞാൻ ഇത്തിരി സ്ലോവില് പോയത്. അല്ലെങ്കിൽ നമ്മളുടെ നോർമൽ സ്പീഡ് ഇങ്ങനെയല്ല, കുറച്ചും കൂടി സ്പീഡിലാണ് നമ്മൾ പോവാറ്. ആണോ? ഇതെങ്ങനെ തോന്നിയോ? ഓക്കെ, മനസ്സിലാവുന്നുണ്ടല്ലോ. ഇടയ്ക്ക് തൊണ്ടയ്ക്ക് ചെറിയ പ്രോബ്ലം ഒക്കെ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് എനിക്ക് ഭയങ്കരമായിട്ട് നമ്മളുടെ ഒരു നോർമൽ ലെവലിലോട്ട് എത്തിയിട്ടില്ല. ചെറിയൊരു എന്താ പറയാ സ്പീഡ് കുറച്ചിട്ടാണ് എടുക്കുന്നത്. ചാപ്റ്റർ വലിയ കുഴപ്പമില്ലല്ലോ, നമുക്ക് നിങ്ങൾക്ക് തന്നെ വായിച്ച് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു ചാപ്റ്റർ ആണ്. ചെറിയൊരു ചാപ്റ്റർ ആണ്. ഇനി എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു ക്ലാസ്സും കൂടി നമുക്ക് മതിയാവും ഈ ഒരു ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് കേട്ടോ. ഒരു ക്ലാസ്സും കൂടി എനിക്ക് തോന്നുന്നു ഡ്യൂട്ടീസ് ആണ് ഇത് പറയുന്നത്. ഡ്യൂട്ടീസ്, പേഷ്യന്റ് റൂമിലുള്ള ഡ്യൂട്ടീസും അതുപോലെ തന്നെ ഓരോ ഇതിനുള്ള ടാസ്കുകളൊക്കെയാണ് പറയുന്നത്. സിമ്പിൾ ആയിട്ടുള്ള ചാപ്റ്റർ ആണ്. എടുത്തത്രയും ക്ലിയർ ആണോ? ഡൗട്ട്സ് ഒന്നും ഇല്ലല്ലോ? ഫോളോ ചെയ്യാൻ പറ്റണില്ലേ? ആണോ? എന്തൊരു റെസ്പോൺസ് ഇല്ലല്ലോ? പറ്റുന്നുണ്ടമ്മ. ഈ ചാപ്റ്റർ കൂടി ഇനി ഈ ചാപ്റ്റർ കൂടി ഉള്ളൂ ഇപ്പൊ. മേ ബി ഇനി ഏതെങ്കിലും ക്ലാസ്സസ് നിങ്ങൾക്ക് ഇനി 2 ചാപ്റ്റർ കൂടി ഇനി കംപ്ലീറ്റ് ആവാനുള്ളത്. 2 ചാപ്റ്റർ ആണോ? കമ്പ്യൂട്ടറും 2 ചാപ്റ്റർ കൂടി ഉണ്ടെന്നല്ലേ പറഞ്ഞത്? ഇനി ഫ്രഷ് ആയിട്ടുള്ളത് ആണോ? ഓക്കെ, അപ്പൊ ഈ ചാപ്റ്റർ 2 ചാപ്റ്റർ ആണോ ഉള്ളത്? മേ ബി ചാപ്റ്റർ കഴിഞ്ഞിട്ട് ഇനി ഏതെങ്കിലും ചാപ്റ്ററിന്റെ പോർഷൻസ് ഉണ്ടെങ്കിൽ ചിലപ്പോൾ ഞാൻ തന്നെ കണ്ടിന്യൂ ചെയ്യുന്നതായിരിക്കും അത്. ഓക്കെ, അപ്പൊ ഇനി നെക്സ്റ്റ് ക്ലാസ്സിൽ അടുത്ത സെക്ഷൻ എടുക്കാം. ഓക്കെ, താങ്ക് യു ഓൾ.